ഒരു ബുക്ക് ഇറക്കണം നിന്റെ നല്ല കാര്യങ്ങളല്ല എല്ലാം ഇതിലിപ്പോ പാതി ഇവന്റെ നല്ല കാര്യങ്ങളാണ്. വാഴ 2 കണ്ടു കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻ എന്തായിരുന്നു? ഇവനോടൊരു ഇമോഷൻ എനിക്ക് തോന്നിയില്ല. കാര്യം കൂടപ്പുറപ്പായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങള് മറ്റേ ഇരട്ടകള് മറ്റേ സ്നേഹം പരിപാടി അതൊന്നും ഇല്ല. അതെന്താ? ആദ്യത്തെ 2 ദിവസം എൻജോയ് ചെയ്യും. പിന്നെ അയ്യോ എന്നൊക്കെയാവും. എന്ന് പറഞ്ഞ എല്ലാം വള്ളികളും പിടിച്ചോണ്ട് വന്നിട്ട് പിന്നെ എന്റെ തലയിടും. എന്ത് പ്രൗഡായിട്ടിരിക്കുന്ന അല്ല ബാക്കിയുള്ളവര് ജെന്യൂൻ അല്ലെന്നല്ല. ഷേടാ എടാ നീ ഇങ്ങനെ പേടിക്കല്ലേ. എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ ഇവനും കൂടെ വാങ്ങിക്കണം. ചെലവ് അധികമാണ്. ഇനി ഇവൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാ അത് എനിക്കൂടെ ബാധകമാണ്. എവിൻ കെവിൻ എന്നുള്ളൊരു സാധനം പതിഞ്ഞിട്ടേക്കും. എന്നെ കണ്ടപ്പോ നിങ്ങക്ക് 30 വയസ്സ് തോന്നുന്നു. കുറച്ചുകൂടെ കൂട്ടി പിടിക്കാം. ഇനി അനിമോൾ എനിക്കൊന്ന് നിങ്ങളെ എന്താ ഒരു ദിവസം അമ്മ എന്താണ്ട് കഴുകിയിട്ട് കളയാൻ എന്താണ്ട് പോയപ്പോ ചാടി ഇറങ്ങി വന്നു. അമ്മ ചോദിച്ചു നീ എന്ത് കഞ്ചാവാണോ? ഇവനാണ് ഇതിന്റെ മെയിൻ ഹെഡ്. എന്നിട്ട് എന്നെ വഴക്കും പറയുന്നത്. അതിടയ്ക്ക് അമ്മ പറയും എപ്പോഴും ഞാൻ എന്റെ കൊച്ചിനെയാണ് വഴക്ക് പറയുന്നത്. അല്ല അപ്പൊ ഈ കെവിൻ എന്ത് ചെയ്തോണ്ടിരിക്കും? ഇവന്റെ കൂടെ ഞാൻ പോകത്തില്ല. അതെന്താ അവന്റെ കൂടെ പോവില്ലാത്ത? സെറ്റ് ആവൂല. അതെന്താ സെറ്റ് ആവൂല? അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും എങ്ങനെയാ? അടിയായി വീട്ടുകാരുടെ അടിച്ച് ഭയങ്കര അടിയായി. ഓ മൈ ഗോഡ്. നിങ്ങൾ ബിഗ് ബോസിലേക്ക് വിളിച്ചാ പോവോ? വെൽക്കം ടു ഐസ് ബ്രേക്ക് എന്റർടൈൻമെന്റ്സ് ബ്രേക്കിംഗ് ദ പോയിന്റ്. ഇന്ന് ബ്രേക്കിംഗ് ദ പോയിന്റിൽ നമ്മുടെ കൂടെ ഉള്ളത് 2 ക്യൂട്ടീസ് ആണ്, എവിൻ ആൻഡ് കെവിൻ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതില് അവിൻ, കെവിൻ, എവിൻ. അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അതെന്താന്നറിയോ? അതെന്താന്ന് എനിക്കും അറിയില്ല, പക്ഷെ എവിൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എവിൻ, കെവിൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അത് നേരത്തെ ഞാൻ ചോദിച്ചല്ലേ. അല്ല വേറെന്ത് പറയാ. അതെ, ഓക്കെ. ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞിരിക്കല്ലേ. +2 കഴിഞ്ഞിരുന്നിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്ലീഷേ ചോദ്യം തന്നെ ചോദിച്ചു നമുക്ക് അങ്ങ് തുടങ്ങാം. എന്തായിരിക്കും അത്? ഇനി എന്താ പരിപാടി? അതൊന്നും ഞാൻ ചോദിക്കാറില്ല. എന്താ പരിപാടി ഇനി +2 കഴിഞ്ഞിട്ട്? ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടികൾ മനസ്സിലൊരു സാധനമുണ്ട്. അത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുക. ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏത് ഫീൽഡ്? നമ്മളുടെ മീഡിയ ഫീൽഡ് അല്ലെ ഫിലിം ഫീൽഡ് വർക്ക് ചെയ്യാന്നുള്ളതാണ് എവിന്റെ ആഗ്രഹം. അല്ല എന്റെ അത് തന്നെ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ല. പിന്നെന്താ? വേറെ അല്ല. ഇവന്റെ കൂടെ ഞാൻ പോകത്തില്ല. അതെന്താ അവന്റെ കൂടെ പോവില്ലാത്ത? സെറ്റ് ആവൂല. അതെന്താ സെറ്റ് ആവൂല? അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും എങ്ങനെയാ? എങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ഇതുപോലെ അടി ഉണ്ടാക്കുന്ന ടൈപ്പാണോ? കണ്ട അടിയാണോ? കണ്ട അടി. ഞങ്ങള് മറ്റേ ഇരട്ടകള് മറ്റേ സ്നേഹം പരിപാടി അതൊന്നുമില്ല. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഈ ട്വിൻസ് ആയതിന്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്താ? അത് നല്ലത് പറയാം, എന്നിട്ട് നമുക്ക് ഡിസഡ്വാൻറ്റേജ് പറയാം. ഒരു നല്ല അഡ്വാൻറ്റേജ് എന്താ? ട്വിൻസ് ആയത് നന്നായി. ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഒന്നുമില്ല, വീട്ടുകാർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താ വീട്ടുകാർക്ക് അഡ്വാൻറ്റേജ്? അതിപ്പോ ചുരുക്കം ഇപ്പൊ ശമ്പളത്തിന്റെ കാര്യം തന്നെ നോക്ക്. എനിക്കും ഇവരും ഒരേ ശമ്പളം കിട്ടുകയാണ്. സ്ട്രേറ്റ് വീട്ടിൽ പോകുമ്പോ അങ്ങനെ ചിന്തിക്കുമ്പോ വീട്ടുകാർക്ക് ഗുണമുണ്ട്. നിങ്ങൾക്കൊരു ഗുണമില്ല. എനിക്കെന്ത് ഗുണം? ഇവനും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഗുണമൊന്നുമില്ല. ഇവന്റെ ഡ്രസ്സ് ഇടാം, അത്രേ ഉള്ളൂ. ഡ്രസ്സ് ഇടാൻ കൊടുക്കാറുണ്ടോ? കൊടുക്കും. കാര്യം ഇവൻ എന്റെ ഡ്രസ്സ് ഇടുമല്ലോ. ഞാൻ ഇതാരുടെ ഷർട്ട്? അങ്ങനെ ഇത് അവന്റെ. ഇത് നിന്റെ അല്ല. നിന്റെ അതവിടെ പാടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അത് നല്ലൊരു അഡ്വാൻറ്റേജ് അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല ചേച്ചി. കാര്യം സൈസ് ഇവൻ എന്നെക്കാളും ചെറുതാ. ചില സൈസ് ഒക്കെ ചെറുതാ. എനിക്ക് അത്ര ചെറുതൊന്നുമില്ല. അല്ല, നിങ്ങളുടെ ശരിക്കും വലുത് എവിൻ അല്ലേ? അല്ല, മൂത്തത് ഞാനാ. മൂത്തത് ഇവൻ, പക്ഷെ സൈസും മീൻസ് ബാക്കിയല്ല എനിക്കാണ് കൂടുതലെന്നൊക്കെ. എനിക്ക് ഇവന്റെ ചെരുപ്പിടാൻ പറ്റൂല. ആണ് എന്തോ ഈ അത്രക്ക് ഇറുക്കാണോ? ഇഷ്ടം നടക്കാൻ പറ്റൂല. ജസ്റ്റ് ഈ വഴി കൂടെ അവിടെ വരെയൊക്കെ പോവാം, എന്നിട്ട് തിരിച്ചു വരാം. അതിൽ കൂടുതലൊന്നും എന്താ അല്ലേ? എനിക്ക് തോന്നുന്ന കെവിൻ ഇച്ചിരി പാവാന്ന് തോന്നുന്നു. കെവിൻ ഇങ്ങനെ മിണ്ടാതെ കേട്ടിരിക്കും.
ആണല്ലേ? അത് പറഞ്ഞപ്പോഴേ നിങ്ങൾ വാഴ 2 കണ്ടായിരുന്നോ? വാഴ 2 കണ്ടിട്ട് അത് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം. വാഴ 2 എന്ന് പറയുന്നത് സിബ്ലിങ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻ എന്തായിരുന്നു? ഇവനോടൊരു ഇമോഷൻ എനിക്ക് തോന്നുന്നില്ല. കാര്യം കൂടെ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ല പിന്നെ എന്തായിട്ട് ചേച്ചിമാരുണ്ടല്ലോ അവര് മതി. ചേച്ചിമാരുണ്ട്, അവരോടൊരു വിഷമം തോന്നി. വിഷമം. എന്നാലും നിങ്ങൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചിരുന്നാണോ? അല്ല കാര്യം ഞങ്ങൾ ഇതുവരെ മാറി നിന്നിട്ടില്ല, അതുകൊണ്ട് ഇവനെ മിസ് ചെയ്യാൻ എനിക്കൊന്നും ഇല്ല. അതാണ് പ്രശ്നം. ഞങ്ങളൊരു കൂട്ടുകാരന്മാരെ പോലത്തെ ടൈപ്പാ. ആണല്ലേ? എപ്പോഴും അടി ഇടിയൊക്കെ ഉണ്ടാക്കുന്ന നല്ലവരായ കൂട്ടുകാര്. അത് തന്നെ, അങ്ങനെ കൂട്ടുകാരെ പോലെ. മീൻസ് ട്വിൻസിന്റെ പുറമെ ഫ്രണ്ട്സ് ആണ്. ആണല്ലേ? ഇതിൽ ഏറ്റവും അടിപൊളി ഫ്രണ്ട് ആരാ എന്ന് വെച്ചാൽ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കൂടെ ഉണ്ടാവും, നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ആരാ? ഇഷ്യൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിട്ടത്തില്ല. അല്ലെ ഇവന് ഒറ്റയ്ക്ക് അങ്ങനെ അവനെ കിട്ടത്തില്ല. ഞാനും ഉണ്ടാവും. ഇഷ്യൂ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലേ? ഇല്ല ഇല്ല, ഞങ്ങൾ നല്ല പിള്ളേരാന്നൊക്കെ. ശരിക്കും നല്ല പിള്ളേരാണോ? അതെ. മീൻസ് എന്താ ഇടി അടിയൊന്നും ഇല്ല. ഇല്ല, നമ്മള് ഇല്ല. പേടിയാണോ? ഇത്രയും അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന പിള്ളേർക്ക് ഉണ്ടാക്കണ്ട. അല്ല, പേടിയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെ പേടിയില്ല. ഇടി ഉണ്ടാക്കാനൊക്കെ പേടിയല്ലേ? ആണല്ലേ? +2 ഒക്കെ കഴിഞ്ഞു, ഇനി കോളേജിലേക്കൊക്കെയാ പോവാൻ പോകുന്നത്. ഇടി ഉണ്ടാക്കണ്ട. നിങ്ങൾ ഇടി ഉണ്ടാക്കണം. നിങ്ങൾ പാവം പിള്ളേരാന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായത് ഇതില് എവിൻ കുറച്ച് എക്സ്ട്രോവേർട്ട് ആണ്, കെവിൻ ഇച്ചിരി ഇൻട്രോവേർട്ട് ആണ്. അങ്ങനെയാണോ? ഇച്ചിരി ഇൻട്രോവേർട്ട് അല്ല, ഇൻട്രോവേർട്ട് ആകെ ഇൻട്രോവേർട്ട് മാത്രമേ ഉള്ളൂ. അതിൽ ഇച്ചിരി ഒത്തിരി ഇല്ലേ? എന്താ ഒരു ടോക്ക് അല്ല, ഇൻട്രോവേർട്ട് ആക്കിയില്ല ഞാൻ. ഇനി എന്തിനാ അങ്ങനെയല്ല, ഇൻട്രോവേർട്ട് നല്ല. എനിക്ക് ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ്റഗറിയാണ് ഇൻട്രോവേർട്സ്. അതെന്താന്നറിയോ? അത് അവരെല്ലാം ഒബ്സർവ് ചെയ്യും. അതൊന്നുമല്ല. അല്ല അങ്ങനെ ഇതുണ്ട്. ഇപ്പൊ ഇൻട്രോവേർട്ട് ആയ ഒത്തിരി ഓവർ തിങ്ക് ചെയ്തിട്ടേ, മീൻസ് നെഗറ്റീവായിട്ടല്ല പറയുന്നത്, പോസിറ്റീവായിട്ട് ഇവന് ഒത്തിരി ചിന്തിച്ചു കൂട്ടും. ഞാനും ചിന്തിച്ചു കൂട്ടുന്ന ടൈപ്പായിരുന്നു, പക്ഷെ അതിപ്പോ മാറ്റി. അല്ല, എന്റെ നല്ലത് പറയാൻ വന്ന പറ, അത് കഴിഞ്ഞിട്ട് ആ റൂട്ട് വരുന്ന സാധ്യതകളെല്ലാം ആലോചിച്ചെടുക്കും. ആദ്യം തന്നെ ആലോചിച്ചെടുക്കും. ഓക്കെ. ഇവനധികം മിണ്ടൂല. അതായത് സോഷ്യൽ ആൻസൈറ്റിയാ, അല്ലാതെ ഇൻട്രോവേർട്ട് അല്ല. നിനക്കില്ല? എനിക്കുണ്ട്, എന്നാലും ഇവന്റെ അത്ര. സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുമ്പോ ആൾക്കാർ ഒത്തിരി ആള് നിൽക്കുന്നതിന്റെ ഇടയിൽ കയറി പെട്ടെന്നൊന്ന് ഒന്നും പറയാൻ അവിടെ ഇടയിൽ കേറൂല. അതെ, അത് എനിക്ക് വീട്ടിലധികം ഒത്തിരി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മാറി നിൽക്കും. ആണോ? മാറിയൊന്നും നിക്കത്തില്ല. പിന്നെ ഞാൻ ഫ്രണ്ടിൽ കേറിയിട്ട് ഇവൻ കേറത്തുള്ളൂ. അല്ല, എന്റെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു സർക്കിൾ ഉണ്ട്, അതിനകത്ത് ഇവൻ. അതാ ഞാൻ പറഞ്ഞത്, ഇൻട്രോവേർട്സിന്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്താണെന്നറിയോ? അവരങ്ങനെ എല്ലാവരോടും ഒന്നും മിണ്ടത്തില്ല. നമ്മൾ എക്സ്ട്രോവേർട്സ് കാണുന്നവരും പോകുന്നവരൊക്കെ മിണ്ടുമെങ്കിലും ഇൻട്രോവേർട്സ് ഭയങ്കര സെലക്റ്റീവ് ആയിരിക്കും. പക്ഷെ ആ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മിണ്ടിയ അവരുടെ അത്ര അടിപൊളിയായിട്ടുള്ള ആൾക്കാർ വേറെ ഇല്ല. അവന്മാരൊക്കെ തോൽവികളായി. ആണോ? ഞാൻ അങ്ങനല്ല. ഇവൻ എന്ന് പറഞ്ഞ ഇപ്പൊ ഒരാളുടെ കൂടെ ഇപ്പൊ ചേച്ചി ഇപ്പൊ കണ്ടെങ്കിൽ ആദ്യമേ തന്നെ സംസാരിക്കും. ഞാൻ അങ്ങനല്ല. ഒരാളുടെ കൂടെ 2-3 ദിവസം ഇങ്ങനെ നിന്ന് അയാളെ ഫുള്ള് മനസ്സിലാക്കിയിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ. അല്ലെ, സംസാരിക്കും. എന്തൊക്കെയാ ഇയാളുടെ ക്യാരക്ടർ, അല്ല കാര്യമായിട്ടല്ലേ ഞാൻ പറഞ്ഞല്ലേ, എന്തൊക്കെയാ ഇയാളുടെ ക്യാരക്ടർ, എന്തൊക്കെ ചെയ്താ ചിരിക്കും, എന്തൊക്കെ ചെയ്താ കരയും, എല്ലാം മനസ്സിലാക്കിയിട്ട്. ഇപ്പൊ ഈ ഒരു 5 മിനിറ്റ്സ് എന്നെ കണ്ടില്ലേ? എന്നെ കണ്ടപ്പോ എന്താ മനസ്സിലായേ? അല്ല, അതിനുള്ള ടൈമായി. അതെന്താന്നറിയോ? എവിൻ ഇവിടെ അങ്ങോട്ട് പോയില്ലേ, അപ്പൊ തന്നെ കെവിൻ എന്നെ നോക്കാൻ പേടി. എന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല ആള് ഇപ്പൊ വരും. ഞാനപ്പോ കെവിനെ തന്നെ നോക്കിയിരിക്ക, എന്റെ മുഖത്തേക്ക് നോക്കണ്ടേ. ഫോൺ എടുത്തോ? ഫോൺ എടുക്ക, ചുമ്മാ ആണല്ലോ ഫോണിൽ തോന്നുമല്ലോ. ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? ആണെന്നാണ് എന്റെ വിശ്വാസം. ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങളെ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളിങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ക്യൂട്ട് ആയിട്ടുള്ള അടിയാണല്ലോ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കും. നിങ്ങള് ചേട്ടൻ അപ്പൊ ചേട്ടാന്ന് വിളിക്കാറുണ്ടോ? ഇഷ്ടല്ലേ? എന്നാലും നമുക്ക് ഇടയ്ക്ക് ഒന്ന് തോന്നില്ലേ ഒന്ന് ചേട്ടാന്ന് വിളിക്കായിരുന്നെങ്കിൽ? പക്ഷെ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു സംഭവം ചെയ്യിക്കാനായിരുന്നു. ആ ചേട്ടാന്ന് വിളിക്കുന്ന ഒരു സംഭവം ചെയ്യിക്കാനായിരുന്നു. എന്നുവെച്ചാ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ സൗബിനും ഷൈനികും ചെയ്യുന്ന ഒരു സംഭവം ഇല്ലേ, അത് നമുക്കൊന്ന് ഇപ്പൊ റീക്രിയേറ്റ് ചെയ്ത്. നിങ്ങൾ അടിപൊളിയല്ലേ ഗായ്സ്? ചേട്ടാന്ന് വിളിക്കണ്ട. അയ്യാടാ. അപ്പൊ എന്താ വിളിക്കുന്നേ? എടാ പോടാ
അങ്ങനത്തെ ഒരു വൈബേ ഉള്ളൂ ആണ്. വേറെ നമ്മള് കൂടുതൽ അങ്ങനെ എടാ പോടാന്ന് വിളിക്കുന്നത് നല്ല അടുപ്പമായതുകൊണ്ടാണ്. ഓഫ് കോഴ്സ് അതെ. ഇപ്പൊ സ്കൂളിലൊക്കെ എന്തേ ഇപ്പൊ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാ ഉള്ളത് സ്കൂളില്? അങ്ങനെ ഞങ്ങൾ വേർതിരിച്ച് അങ്ങനെയില്ല, എല്ലാം ഒരുപോലെയാണ്, എല്ലാം ഒരുമിച്ചാണ്. അതുപോലെ നമ്മൾ അഡ്വാൻറ്റേജ് ചോദിച്ചപ്പോഴാണ് ഡിസഡ്വാൻറ്റേജ് കുറെ ഉണ്ടെന്ന് അറിയാം. അതിൽ ഏറ്റവും ഡിസഡ്വാൻറ്റേജ് എന്താ ട്വിൻസ് ആയതില്? ഇപ്പൊ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ ഇവനും കൂടെ വാങ്ങിക്കണം, ചെലവ് അധികമാണ്. വീട്ടിൽ ഞാൻ എന്റെ ഇത് പറയാം. പറഞ്ഞോ തുടങ്ങിക്കോ. അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാ അത് എനിക്കൂടെ ബാധകമാണ്. എവിൻ കെവിൻ എന്നുള്ളൊരു സാധനം പതിഞ്ഞിട്ടേക്കുക. എനിക്കും അത് തന്നെ പറയാറുണ്ട്. ഇവൻ എന്തെങ്കിലും കാണിച്ചാൽ എനിക്കും പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നം വന്ന ഏതെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പൊ പറയാൻ പറ്റുന്നേ? അങ്ങനത്തെ എക്സാമിന് ഇപ്പൊ തോറ്റിട്ടുണ്ട്. മീൻസ് മോഡലിലും കണ്ട ഏതോ മാത്സിനാന്ന് തോന്നുന്നു +1. അപ്പൊ ടീച്ചർ കാണുമ്പോ എവിൻ തോറ്റു കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ ജയിച്ചു. പക്ഷെ അപ്പൊ എവിൻ ആക്ച്വലി പഠിപ്പിച്ചിട്ടാണ്. അല്ല പക്ഷെ ഞാൻ ജയിക്കും. അപ്പൊ ഒരു തവണ അപ്പൊ നിങ്ങൾക്ക് ചീത്തപ്പേരാണ് പ്രശ്നം. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും കൂടെ ബാധകം. എനിക്ക് അതൊന്നും മാറ്റി കിട്ടിയ സന്തോഷമാണ്. അതൊന്നും മാറ്റി കിട്ടാൻ എന്ത് ചെയ്യണം ഇനി? ഒരു വഴിയില്ല, അങ്ങ് പോവാ, അത് തന്നെ വഴിയുള്ളൂ അല്ലേ? കൊള്ളാം. ഇപ്പൊ നിങ്ങളുടെ പുതിയൊരു ഷോ വരാൻ പോകുന്നുണ്ടല്ലോ, കോമഡി കുക്സ്. എങ്ങനുണ്ട്? അത് അടിപൊളിയാ. അതെന്താണ് ശരിക്കും സംഭവം? അത് ഇപ്പൊ 8 ബുക്സ് കാണും കൂട്ടത്തിൽ. ഇത് തമിഴിലെ ഒരു പ്രോഗ്രാമിന്റെ റീക്രിയേറ്റ് ചെയ്തതാണ്, കുക്ക് വിത്ത് കോമാളി എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പൊ കുക്കുകളും കാണും കോമാളികളും കാണും. അതില് കോമാളികളാണ് നിങ്ങളെ. പക്ഷെ അതില് വേറെ പേരിട്ട വിളിക്കുന്നത് പൂക്കീസ്. ശരിക്കും നിങ്ങള് ശരിക്കും എനിക്ക് പൂക്കിയുടെ അർത്ഥം അങ്ങനെ കാര്യമായിട്ട് ക്യൂട്ടി പോലെ തന്നെയാണ് പൂക്കി. ജെൻസി വാക്കല്ലല്ലോ, ജെൻ ആൽഫ. നമ്മളൊക്കെ എന്തായാലും ജെൻസീസ് ആണ്, ഓക്കെ അല്ലേ? അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഞാൻ ഏത് ജനറേഷനിൽ വരുന്ന തോന്നുന്നു? ജെൻസിയാണോ? ജെൻസി എന്ന് പറയുമ്പോ എവിടുന്ന് എവിടം വരെയാ? 1997 to 7 ഇപ്പൊ ചുമ്മാ ഉണ്ടാക്കിയിട്ടല്ലേ? എന്നാ പറയാ, എനിക്ക് എത്ര വയസ്സ് തോന്നിക്കും പറ. നീ ഇതിനെ ഞെട്ടിയത് ഞാൻ ജെൻസിയാന്ന് പറഞ്ഞപ്പോ? അല്ല, എന്റെ മനസ്സിൽ ജെൻസി 2000 തൊട്ടാന്നൊക്കെ. എനിക്ക് 2000 ആയിക്കൂടെ? ഞാൻ 2000 ജനിച്ചൂടെ? ശരിയല്ലേ കാലഘട്ടം. അല്ല, ഇപ്പോഴത്തെ കാലത്തിൽ ആരുടെയും പ്രായം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ഞങ്ങളെ കണ്ടിട്ട് +2 ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നിങ്ങളെ കണ്ട ശരിക്കും ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാന്നാ തോന്നുന്നത്. അപ്പൊ എന്നെ കണ്ടപ്പോ നിങ്ങക്ക് 30 വയസ്സ് തോന്നുന്നു. കുറച്ചുകൂടെ കൂട്ടി പിടിക്കാം, ഒരു 29. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഇറങ്ങാം. എന്റെ മൂഡ് പോയി ഗൈസ്. 27, 26. മതി. എനിക്ക് എന്റെ പ്രായം വെളിപ്പെടുത്തണ്ട. ഡിസഡ്വാൻറ്റേജ് അല്ല, പ്രോഗ്രാം. ഓ സോറി. പ്രോഗ്രാം കോമഡി കുക്സ്. 8 കുക്കുകൾ കാണും. അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 8 പൂക്കീസ് കാണും. അതായത് കുക്ക് ചെയ്യാൻ അറിയാൻ മേലാത്തവര്, ഒരു തുള്ളി പോലും അറിയാത്ത. മനസ്സിലായി. നിങ്ങൾക്ക് അപ്പൊ ഒരു തുള്ളി പോലും അറിയില്ല? ഒന്നും അറിയത്തില്ല. സ്റ്റൗ ഓൺ ചെയ്യാൻ അറിയോ? അവിടെ ചെന്നിട്ട് പഠിച്ചു. സ്റ്റൗ ഓൺ ചെയ്യാനൊക്കെ പഠിച്ചു. രണ്ടുപേർക്ക് ഇപ്പൊ സ്റ്റൗ ഓൺ ചെയ്യാൻ അറിയാം. ഉള്ളിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുക. എങ്ങനെ ഉള്ളിയൊക്കെ കണ്ടല്ലേ ഉള്ളി കട്ട് ചെയ്യുക. അതെ, അതൊന്നും അറിയത്തില്ല. അവിടെ ചെന്നിട്ട് കണ്ട് മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. അപ്പൊ അവരെ സഹായിക്കണം. ഓ, അവരിപ്പൊ സഹായിക്കണം. അപ്പൊ അതാണ് ആ ഒരു ഷോ. അവർക്ക് അപ്പൊ എന്തെങ്കിലും പണി കൊടുക്കും. മീൻസ് അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റൂല, നമ്മളായിരിക്കും കുക്ക് ചെയ്യേണ്ടത്. അവര് പറഞ്ഞു തരും, നമ്മൾ കുക്ക് ചെയ്യണം. ഓരോ പാളിച്ചകൾ. അതെ, പക്ഷെ രസാണ്. നിങ്ങളത് എൻജോയ് ചെയ്യുന്നില്ലേ? നമ്മളൊരു ബമ്പർ ചിരി മാറി പിന്നെ വേറൊരു വൈബിലേക്ക് പിടിക്കുമ്പോ ഒരു രസമുള്ള കാര്യമല്ലേ? അത് രസാണ്. ഓക്കെ, അപ്പൊ ഇനി കുക്കിംഗ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. എനിക്ക് കുക്ക് കൂടി ആവട്ടെ അല്ലേ? ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരും പറഞ്ഞു ഇനി മൂവി ഫീൽഡിലേക്ക് പോവാനാണ് താല്പര്യം അല്ലേ? ലൈക്ക് ആ ഒരു ഏരിയ ആണ് താല്പര്യം. അപ്പൊ നിങ്ങൾക്ക് ഇനി മൂവീസ് ചെയ്യാനൊക്കെ ആഗ്രഹമില്ലേ? അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹമാണോ? ഓക്കെ, അപ്പോ ഏറ്റവും കൂടുതൽ ആരുടെ കൂടെ ചെയ്യാൻ ആഗ്രഹം? മൂവി ചെയ്യുമ്പോ ആരുടെ കൂടെ ചെയ്യാനാ? കോ ആക്ടർ മമ്മൂക്ക, മോഹൻലാൽ? അത് സാരല്ല, ഇനി ഏവൻ പറഞ്ഞ സ്ഥിതിക്ക് കെവിൻ വേറെ ആളുടെ പേര് പറയണം. വേറെ പറഞ്ഞേ പറ്റൂ. എന്താ ബേസിലിനെ ഭയങ്കര ഇഷ്ടാ? അടിപൊളിയാ. നിങ്ങൾ തമ്മിലൊരു കട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ബേസിൽ ചേട്ടന്റെ ഒരു വൈബ് അനുസരിച്ച് എവിൻ സെറ്റ് ആവാൻ തോന്നുന്നു. സെറ്റ് ആവില്ലേ? അറിയത്തില്ല.
അതെ. ഇനി കെവിൻ പറ. അയ്യോ ഞാൻ അത് പറയാതിരിക്കരുത്. അല്ല വേണ്ട, നിങ്ങൾ നായികമാര് പറയില്ലേ സുന്ദരികളായ എത്ര നായികമാരുണ്ട്. എനിക്ക് എന്റെ പേര് പറഞ്ഞോ, എന്റെ കൂടെ അഭിനയിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ കണ്ണ് തള്ളുന്നേ? ഇവർക്ക് എന്നെ തീരെ ബോധിച്ചിട്ടില്ലെന്ന് പറ, ആരുടെ കൂടെ അഭിനയിക്കാനാണ്? എനിക്കും ബേസിലേട്ടന്റെ കൂടെ ചെയ്യാനാ താല്പര്യം. അങ്ങനെ ഒരുമിച്ച് പറയല്ലേ, നീ വേറെ ഞാൻ വേറെ, അങ്ങനെ എന്തിക്ക്? എന്തോരം ആൾക്കാരുണ്ട് ബേസിലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ. അതെ, എന്നാ ഞാൻ നിങ്ങൾക്ക് വേറൊരു സിനേറിയോ തരാം. ഞാനിപ്പോ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എനിക്ക് നിങ്ങളിൽ ഒരാളെ അഭിനയിച്ചാണെങ്കിൽ ഒന്നും പറയല്ലേ. ഞാൻ അങ്ങനെ ചെയ്യോ? നിങ്ങളിൽ ഒരാളെ മതി എനിക്ക് എന്റെ മൂവിയിൽ. നിങ്ങൾ രണ്ടുപേരിൽ ഒരു തീരുമാനത്തിലെത്തണം അത് ആര് വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരായിരിക്കും അത് സെലക്ട് ചെയ്യുക? നിങ്ങൾ ആര് വിട്ടുകൊടുക്കും? ഒറ്റടിക്ക് എന്നെ പറയാതെ തീർക്കാല്ലേ. പെട്ടെന്ന് പറയുന്നൊക്കെ. ചെയ്യത്തില്ല. എന്നാലും ഞാൻ പറയാണ്, ഇപ്പൊ വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹമാണ്, പക്ഷെ എന്നാലും സാക്രിഫൈസ് ചെയ്യാൻ മനസ്സുള്ള ഒരാൾ ആരാണ്? നിങ്ങൾ രണ്ടുപേർക്ക് തീരുമാനിക്കാം. അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾ വിട്ടു തരും. ഇപ്പൊ എന്റെ സിനിമയിൽ അഭിനയിക്കാൻ ആർക്കാ താല്പര്യം? രണ്ടുപേർക്കുണ്ട്. ആ വേഷം എങ്ങനെയാന്ന് പറഞ്ഞാ, ആ വേഷം എങ്ങനത്തെ വേഷാന്നൊക്കെ നോക്കിട്ട്. എന്റെ ഡയറക്ഷൻ അല്ലേ മോശാവോ? അതാണ് വിഷയം. ഇല്ല, എന്നാലും എന്റെ ഡയറക്ഷൻ അടിപൊളിയാണ്, നിങ്ങൾക്ക് അറിയില്ലാത്തോണ്ടാ. ഓക്കെ, ഞാനൊരു അത് പോട്ടെ. പറഞ്ഞോ. അപ്പൊ എന്റെ ഡയറക്ഷനിലാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ നിങ്ങൾ ആര് വേണമെന്നുള്ളത് നിങ്ങൾ എന്തായാലും തീരുമാനിച്ചപ്പോ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ സെറ്റായി. അപ്പൊ സാക്രിഫൈസ് ചെയ്യുന്നത് എവിനാണ്. അല്ല, അങ്ങനല്ല. ഞങ്ങളെന്ന് പറഞ്ഞ ഇരട്ടകളായിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നുമില്ല. ഇല്ല, ഏതെങ്കിലും ഒരുത്തം പോയാൽ മതിയെന്ന്. അതിപ്പോ ഇവനാണേലും ഞാനാണേലും കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഏതായാലും ഒരാളായിട്ട് അഭിനയിച്ചാൽ മതി, ഇരട്ടകളായിട്ട് അഭിനയിക്കണമെന്നില്ല. എന്നാൽ ഇപ്പൊ ഈ എവിന്റെയും കെവിന്റെയും ഒരു ലൈഫ് ഫിലിം ആക്കുകയാണെങ്കിൽ ആരായിരിക്കും അതിൽ കാസ്റ്റ് ചെയ്യുന്നേ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എവിൻ, കെവിൻ, നമ്മളുടെ ക്യാരക്ടേഴ്സ് ആരെ വേണം? ഞങ്ങളായിട്ട് ആരഭിനയിക്കും? അതെങ്ങനെയുണ്ട്? ഞങ്ങളുടെ പ്രായത്തിലെ പിള്ളേർ. നിങ്ങളുടെ പ്രായമൊന്നും വേണ്ട. എന്തിനാ പ്രായം? മമ്മൂക്ക, മോഹൻലാൽ, ആര് വേണമെങ്കിലും ആവാം. പക്ഷെ നിങ്ങളുടെ ഒരു വൈബ് അനുസരിച്ച് ധ്യാൻ ചേട്ടൻ, ഷൈൻ ടോം ചാക്കോ, അങ്ങനെ ഉണ്ടാവും. ആ വൈബ് എങ്ങനെ ഉണ്ടാവും? അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഞാൻ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വരാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചേ. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ഉത്തരം പറയാനാണ്. ആണല്ലേ? നേരത്തെ കൊച്ചു ദൈവ ക്ലോക്ക് എന്താന്ന് വീടെ പഴയ എത്ര വർഷം പഴക്കമുണ്ട്? നീ പറഞ്ഞു കൂട്ടി പറ, നീ എന്താ പറയാൻ വന്നില്ലേ? 60 വർഷത്തോളം വീടിന് പഴക്കമുണ്ട്. 5 വർഷമായിട്ട് 60 എന്ന് പറഞ്ഞോണ്ടിരിക്കുക. 65. ക്ലോക്ക് പഴയതാ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വീട് അടിപൊളിയാട്ടോ. അത് അപ്പനാണ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. നല്ല രസമുള്ള വീട്. ഇവിടെ വരുമ്പോ തന്നെ ഒരു പോസിറ്റിവിറ്റി. ഈ ഒരു സ്ഥലം, ഈ ഒരു ഏരിയ. നിങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണോ? എനിക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. വീട്ടിലിരുന്നിട്ട് എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം? ഞാൻ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ബോഡിയിലെ പട്ടയൊക്കെ നമ്മളറിയത്തില്ല, ചിലപ്പോ ഇവനെ കാണത്തില്ല. ഒരു ദിവസം അമ്മ എന്താണ്ട് കഴുകിയിട്ട് കളയാൻ എന്താണ്ട് പോയപ്പോ ചാടി ഇറങ്ങി വന്നു. അമ്മ ചോദിച്ചു, നീ എന്ത് കഞ്ചാവാണോ? നല്ല രസമാണ് കാണാൻ, കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ. ആണോ? ഇതുവരെയും പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ എന്താണ് മേളിൽ പോയിട്ടുണ്ട്. അല്ല, ഞാൻ അതായത് എന്താ പറയുന്നത്, ടെറസോ പരിപാടിയോ ഒന്നും അല്ല. അത് കേറാൻ ടാസ്കാ. ഓടിട്ട വീടാ. ഓടിന്റെ മണ്ടലൊക്കെ കേറുന്നത് വെച്ച് കഴിഞ്ഞാ എന്താണ് കെവിൻ? അത് എന്റെ ദിസ് ഇസ് മൈ ഹോബി എന്നൊക്കെ അല്ലേ? അല്ല, ഹോബി എന്നല്ല, എനിക്കത് മേളിൽ ഇരിക്കാൻ നല്ല രസമാണ്. പിന്നെ ആരും ശല്യവും ഇല്ല, സമാധാനായിട്ടിരിക്കാന്ന്. അവിടെ കാര്യം വരില്ലല്ലോ. അതാണ് ടാക്ടിക്സ്. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് എവിനെ അവിടെ പോയിരുന്നു. എനിക്ക് ആൾക്കാർ ഇതൊക്കെ വേണം. ആണല്ലേ? അപ്പൊ എനിക്കും വേണം, എനിക്കും ആൾക്കാർ വേണം. ഓടിന്റെ പുറത്തോ? ഏതെങ്കിലും ഒരു വെള്ളത്തിൽ ചോട്ടറ. എനിക്ക് ആൾക്കാരില്ലാതെ പറ്റത്തില്ല, എന്റേതായിട്ടുള്ള ഒരു ആൾക്കാരില്ലാതെ എനിക്ക് പറ്റത്തില്ല. എന്താണ് എന്റേതായിട്ടുള്ള? എനിക്ക് അറിയാവുന്ന ആൾക്കാര് അല്ലേ? എന്താണ് ശരിക്കും കെവിന്റെ ഒരു കംഫർട്ട് സോൺ ലെവലിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാ? എന്ന് വെച്ചാൽ ഒരുപാട് മിണ്ടുന്നവരാണോ? മിണ്ടുന്നവരാ, അത് തന്നെ. ഞാൻ ഒത്തിരി സംസാരിക്കുന്നവനാ. ആണല്ലേ? ഞാൻ തുടക്കം ഇരുന്നത് ഇപ്പൊ ഇരുന്ന വ്യത്യാസമില്ലേ? ഉണ്ട്. ഞാൻ പയ്യെ കമ്പനി ചെയ്തിരുന്നത്. കുറച്ച് സമയം എടുക്കും. ഞാൻ കമ്പനി എന്തോ കാണിച്ചു പറയാനുള്ളതെല്ലാം പറ. ഭീഷണിപ്പെടുത്തുന്നോ? ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാ കേൾക്കുന്നത്. നീ പറ കൂട്ടാ,
ഞാൻ കേക്കട്ടെ. അല്ല കമ്പനി ആയി കഴിഞ്ഞാൽ ഒത്തിരി സംസാരിക്കും. ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മടിയൻ ആരാ? ഞാൻ പറയട്ടെ ആരാന്ന്. ആരാന്ന് ഞാൻ പറയട്ടെ. നീ അല്ലടാ മടിയൻ. അശോ നീയാണോ മടിയൻ? അതെന്താ ഭയങ്കര മടിയാണോ? ഞാൻ പഠിക്കത്തില്ല അധികം. അതായത് ഇവൻ പഠിക്കുന്ന കാണുമ്പോഴാണ് ഞാൻ പഠിക്കുന്നത്. അവൻ ജയിക്കാൻ പാടില്ല. അല്ല ഇവന് ഭയങ്കര പേടിയാ, പഠിത്തം കാര്യമൊക്കെ പേടിയാ. ഞാൻ ഇങ്ങനെ ഇവൻ പഠിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ടെൻഷനാവുന്നത്. ഇവൻ എങ്ങാനും ജയിച്ചു പോയാലോ എന്ന് ആണ്, അതുകൊണ്ട് പഠിക്കും. എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഒരു ദിവസം വെറുതെ ചുമ്മാ റീല് കണ്ട് തള്ളിക്കളയ അറിയാനോ. അല്ല ഞാൻ പറഞ്ഞാ നമ്മൾ രണ്ടും. അപ്പൊ എന്തേലുമൊക്കെ ചെന്ന് പറയുന്ന ഞാനാ. ഇപ്പൊ ഇവനാ കേട്ടോ മടിയൊക്കെ കുറവുണ്ട്. നമ്മുടെ ഈ ജനറേഷന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നല്ലേ മടിയല്ലേ? നമ്മൾ ഈ ജനറേഷനിലുള്ളവരൊക്കെ ഭയങ്കര മടിയന്മാരും മടിച്ചുകളുമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഞാൻ എന്തോ ഒരു മാതിരി തള്ള വൈ പോലെ സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ അങ്ങനെയാണ് അല്ലേ? എന്ത് തള്ള വൈ? ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞതാ, നമ്മളുടെ ജനറേഷന്റെ കാര്യം പറഞ്ഞതാ. അല്ല അങ്ങനെയാണെന്നാണോ പറഞ്ഞത്? അല്ലേ നമ്മുടെ ജനറേഷൻ മടിയനും മടിച്ചുകളും അല്ലേ എന്നാ ഞാൻ പറഞ്ഞത്. അല്ലേ നിങ്ങളൊക്കെ അതിൽ ഏറ്റവും എൻഡിലുള്ളവരാണ്, നമ്മളൊക്കെ അതിന്റെ തുടക്കക്കാരാണ് ഈ ജനറേഷന്റെ. ഞങ്ങൾ എന്തിലും മനസ്സിലായില്ല എന്നുവെച്ചാൽ എനിക്ക് നല്ല പ്രായം ഉണ്ടെന്ന്. ഇപ്പൊ ഓക്കെ ഞാൻ ഈ ജനറേഷന്റെ തുടക്കത്തിലുള്ളവരും നിങ്ങൾ ഇതിന്റെ അവസാനത്തിൽ വരുന്നവരുമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? നല്ല പ്രായമുണ്ടെന്ന് മനസ്സിലായി. നല്ല പ്രായമുണ്ടെന്ന് മനസ്സിലായി. അതെ നമ്മളും അങ്ങനെയാണല്ലോ. നമ്മള് സോഷ്യൽ മീഡിയ ഇതിങ്ങനെ വന്നാലും അതും ഒരു എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ നമ്മളിപ്പോ ഈ രാവിലെ തന്നെ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നത്? വീട്ടിലുണ്ടെങ്കിൽ ഫുൾ ഓൺ ആണോ? എങ്ങനെയാണ് ശരിക്കും വീട്ടില്? ഞങ്ങള് ആദ്യം തന്നെ എഴുന്നേറ്റൊന്ന് പ്രോസസ് ആകും. എത്ര സമയം എടുക്കും പ്രോസസ് ആവാൻ? അത് ഒരു ദിവസം അല്ലെങ്കിൽ തലേ ദിവസം പ്ലാൻ ചെയ്യും എന്ത് ചെയ്യണമെന്നൊക്കെയാണ്. വീഡിയോ എടുപ്പാണ്. അല്ല അങ്ങനല്ല, വീഡിയോ കണ്ടന്റ് എടുക്കും ഞങ്ങള് ഇൻസ്റ്റയിൽ ഇടാനായിട്ട്. അത് ആണ് മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അത് കാണുമ്പോൾ 1.5 മിനിറ്റ് 2 മിനിറ്റ് സാധനമേ ഉള്ളൂ, പക്ഷെ എടുത്തു വരുമ്പോ സമയം പോകും അല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആരാ? കഷ്ടപ്പെട്ട് ആണ്. ഞാൻ പറഞ്ഞു ഇവനെല്ലാം സ്മാർട്ട് വർക്ക് ഇല്ല, ഇവൻ ഭയങ്കര എന്തുണ്ടായാലും അത് എല്ലാം അങ്ങ് ചെയ്ത് തീർക്കുന്നത്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. എനിക്ക് ഇവനും കളിയാക്കി എന്തിനാണ് ഇത്ര ഇതാ പെർഫെക്ഷൻ. എനിക്ക് ഭയങ്കര ഇത്. അതെ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒന്നുമില്ല, ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അത് ഇച്ചിരി കൂടെ വൃത്തിയാക്കും ഭയങ്കര എന്റെ ഒരു സന്തോഷത്തിന്. വലിയ പെർഫെക്ഷൻ കാണുന്നവർക്ക് വലിയ തോന്നൂലായിരിക്കും. അതെ എന്റെ ഒരു സന്തോഷത്തിന് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യണം അല്ലേ? ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ സെഷനിലേക്ക് പോവാം. അതിന്റെ പേര് എക്സ്പോസ് യുവർ ബ്രദർ. അതെനിക്ക് ഇഷ്ടാന്നൊക്കെ. അയ്യോ വേണ്ട, ഇവര് എക്സ്പോസ് ചെയ്യില്ലേ? ഇല്ല ഇല്ല എന്ന് വെച്ചാ നിങ്ങൾ ആരാണ് അതെന്ന് പറയാം. ഓക്കെ അതാണ്. ഏത്? അതിപ്പോ ഞാൻ ചോദിക്കും. അതേതാന്ന് ഞാൻ ചോദിക്കട്ടെ. Among you two, who lies more to escape trouble? ഞാനാണോ? അത് തന്നെ പറയുന്നത്. എന്ന് വെച്ചാ നമ്മളൊരു പ്രശ്നം വന്നു കഴിയുമ്പോ ആണ്. അല്ല അതാ ഞാൻ ആലോചിച്ചു, ഞാനാണോ നീ? ഇല്ലല്ല, കള്ളത്തരം പറയാറില്ല, പക്ഷെ ഊരി പോരാൻ ശ്രമിക്കുന്നത് ആരാ? വലിഞ്ഞു നിൽക്കും. ഞാൻ ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ചോദ്യത്തിന് ഒത്ത ഉത്തരവല്ല, പക്ഷെ ഇവനാണ്. ഞാനല്ല എന്തായാലും എന്നൊക്കെ. കെവിൻ പറയൂ, അങ്ങനെയാണോ? എനിക്ക് കാര്യമായിട്ട് അങ്ങ് കിട്ടിയില്ല. എന്ന് വെച്ചാ അല്ല ഞാൻ അങ്ങനത്തെ ഒരാളല്ലെന്നൊക്കെ. അല്ല പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എപ്പോഴാ കള്ളത്തരം പറഞ്ഞത്? കള്ളത്തരം അല്ല ചേച്ചി, പ്രശ്നം ഉണ്ടാകുമ്പോ ഞാൻ അങ്ങനെ പക്ഷെ വലിഞ്ഞു നിക്കും. ഇവനും അതില് ഉൾപ്പെട്ടതായിരിക്കും, പക്ഷെ ഇവനെ മിണ്ടൂല. ഫ്രണ്ടിൽ നിക്കും, ഫ്രണ്ടിൽ കയറി നിക്കും. എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള ചോദിച്ചത് വേറെ, നീ ഉത്തരം പറഞ്ഞത് അല്ല. എനിക്ക് അതിനൊത്ത ഉത്തരം ഇല്ല നമ്മുടെ കയ്യില്. എന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും കള്ളം പറയുന്ന കുട്ടികളല്ല. അടുത്തത് ഹൂ ഗെറ്റ്സ് ആംഗ്രി ഫാസ്റ്റ്? പെട്ടെന്ന് ദേഷ്യം വരുമോ ഇവന്? അല്ല അങ്ങനെയല്ലേ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ. അല്ലാതെ ഞാൻ ചോദിച്ചത് പിന്നെന്താ നീ വലിയ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ടൈപ്പല്ല. നീ എല്ലാത്തിനും ഇങ്ങനെ പറയണ്ട, ഞാൻ നീ എന്നങ്ങ് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടുമേ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് ഞാൻ ആണല്ലേ. പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കരയോ? പെട്ടെന്നല്ല, എന്റെ വെച്ച് നോക്കും വിഷമം വരും. ഞങ്ങൾ അങ്ങനെ കരയാറില്ല. വിഷമം വന്നാ രണ്ടുപേരും കൂടി അങ്ങ് അടിച്ച് ഇടിച്ച് സെറ്റ് ആകും. ഞങ്ങൾ അങ്ങനെ സോറിയും പറയാറില്ല അടി ഉണ്ടാക്കിയതിന് ശേഷം.
ഇല്ല. ഓക്കെ, നിങ്ങളിപ്പോ ഒരു വഴക്കുണ്ടായി, നിങ്ങൾ എങ്ങനെ അത് സോൾവ് ചെയ്യും? സോൾവ് ഒന്നെങ്കിൽ അമ്മ വരണം. അത് പണ്ടായിരുന്നു അമ്മ, അല്ലെങ്കിൽ ഞങ്ങള് മടുക്കണം. അടിയുണ്ടാക്കി മടുക്കണം. ഇപ്പോഴൊക്കെ അങ്ങനെ അടിയുണ്ടാക്കി മടുക്കും. മടുത്തിട്ട് പിന്നെ ക്ഷമിക്കത്തില്ല. പിന്നെ അതിനെപ്പറ്റി പിണങ്ങിയിരിക്കുക, പരിപാടി ഇല്ല. ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പൊ റീൽ കാണുവാണെങ്കിൽ അടുത്ത് വന്നിരിക്കും. ഇതെന്തുവാണ് ഇത്, സോറി പറയാനൊന്നുമില്ല. ഇല്ല, തന്നെ അങ്ങ് നമ്മളങ്ങ് സെറ്റ് ആവും. അത് മതി. അത് നല്ല പോയിന്റ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ പൈസ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ആരാ? ചുമ്മാ എല്ലാം എന്റെ തലയിലാണല്ലോ എന്നൊക്കെ. അങ്ങനെ ചുമ്മാ സ്പെൻഡ് ചെയ്യല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ. അത് മനസ്സിലായി. എനിക്ക് തോന്നുന്നേ എവിന് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാർ ഇനി എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? പ്രായമായതുകൊണ്ടാണോ? ഞാൻ ഭയങ്കര ദൂർത്തടിയാ. ഇല്ല, അങ്ങനെയൊന്നും വിചാരിക്കില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ ഇവൻ പൈസ അങ്ങനെ ചെലവാക്കില്ല, ഞാൻ ചെലവാക്കും. എന്താ ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നത്? ഫുഡിനാണോ? കൂട്ടുകാരന്മാരോട് എന്തേലും പറഞ്ഞോട്ടെ. ഞാൻ ഡ്രസ്സ് വാങ്ങിക്കാൻ ഒത്തിരി എന്റേതായ ആവശ്യങ്ങൾക്ക് ഞാൻ പൈസ ചെലവാക്കും. അത് നമ്മൾ ചെലവാക്കണം. അങ്ങനല്ല, മിണ്ടാതിരിക്കും. പൈസ ഇവിടെ നിന്ന് ചോദിക്കൂല ഇവൻ. ഞാനാണോ ചോദിക്കും, അപ്പൊ 1000 രൂപ തരാം. എനിക്ക് കിട്ടുമ്പോ ഇവനും കൊടുക്കും. എനിക്ക് തന്നാലും ഇല്ലാലും എനിക്ക് ഓക്കെയാണ്. ഞാൻ അതുകൊണ്ട് ഇവന്റെ കയ്യിൽ പൈസ നിറങ്ങി നിൽപ്പുണ്ട്. ഇപ്പൊ എവിടെയും നല്ലതല്ലേ അത്. ഞാൻ ഇപ്പോഴേ സേവിങ്സ് ഒക്കെ തുടങ്ങിയത്. സേവിങ്സ് അല്ല, പൈസ അറിയൂല എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എവിനാണ്. ഓക്കെ, എനിക്കതിൽ ഒരു പ്രശ്നമില്ലെന്നൊക്കെ. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് ഈ ചീത്ത കേൾക്കുന്ന ആരാ? എല്ലാം ഞാൻ തന്നെയാണ്. പരിപാടി എല്ലാം ചെയ്യുന്നതുകൊണ്ട് അപ്പനും അമ്മയും എപ്പോഴും ഇവൻ എന്നെ പരിപാടിയാ ചെയ്യുന്നേ. അല്ല, ഈ പൈസ അധികം ചെലവാക്കുന്ന ചീത്ത പറയും. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ചില ആവശ്യങ്ങൾ കേറി സംസാരിക്കുന്ന ഞാനാ. അപ്പൊ ചീത്ത പറയുന്നത് തന്നെയാ. ഒരെണ്ണം അങ്ങനെ പെട്ടെന്ന് ഇവന്റെ അടവാ. ശരി, ഞാൻ ആലോചിക്കട്ടെ. ഇച്ചിരി ടൈം കൊടുക്കണേ. ഉറപ്പായിട്ടും പറഞ്ഞു, നീ ടൈം ഉണ്ട്, നീ പറഞ്ഞു. ഇപ്പൊ ഏതാടാ അങ്ങനെ ഉണ്ട് ചേച്ചി. എവിടെയെങ്കിലൊക്കെ പണ്ടൊക്കെ ആയിരുന്നു എവിടെയെങ്കിലൊക്കെ പോകണ്ടെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പഴും ചോദിക്കും, ഇവിടെ പൊക്കോട്ടെ. രണ്ടുപേർക്കും താല്പര്യമുണ്ട്. പക്ഷെ ഞാനായിരിക്കും കയറി ചോദിക്കുന്നത്. തെറി പറയുന്നത് തന്നെ. അമ്മയ്ക്കും അപ്പനും അറിയാം ഇവനാണ് ഇതിന്റെ മെയിൻ ഹെഡ്. എന്നിട്ട് എന്നെ വഴക്കും പറയുന്നത്. അതിടയ്ക്ക് അമ്മ പറയും എപ്പോഴും, ഞാൻ എന്റെ കൊച്ചിനെയാണ് വഴക്ക് പറയുന്നത്, ഒച്ചെടുത്ത കാരണം പറയും. അല്ല, അപ്പൊ ഈ കെവിൻ എന്ത് ചെയ്തോണ്ടിരിക്കും? എടാ നീ മിണ്ടാതിരിക്കും. ഇതൊക്കെ എനിക്ക് വേണ്ടി കയറി ഒരിക്കലും സംസാരിക്കത്തില്ല. ഞാൻ ഇവന് വേണ്ടി സംസാരിക്കും. എനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. അല്ലല്ല, ഇവന്റെ ചില കാര്യങ്ങൾക്ക് ഞാൻ കയറി ചിലപ്പോ സംസാരിക്കും. എല്ലാ കാര്യത്തിനും എല്ലാം ഒന്നുമില്ല, ചില കാര്യങ്ങൾ ചിലതൊക്കെ കാണും. എനിക്ക് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പറയാം അത് നല്ലതാണ്, വെറുതെ ഒന്നും സംസാരിക്കും. നമ്മള് അങ്ങനെ ഒന്നുമില്ല അല്ലേ? അവൻ സംസാരിച്ചോട്ടെ അല്ലേ? നമുക്ക് എന്താ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ ഇവിടെ റെഡി ആവാൻ ടൈം എടുക്കുന്ന ആരാ? നിങ്ങൾ രണ്ടുപേരും റെഡി ആവാൻ അധികം ടൈം എടുക്കൂല. സിമ്പിൾ. അതിനി മനസ്സിലായി. ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഉണ്ടായിരുന്ന ലുക്കേ അല്ല, പെട്ടെന്ന് ചെക്കന്മാർ 5 മിനിറ്റിൽ സെറ്റ് ആയി. പിന്നെ അകത്ത് കയറി വലിക്കും നിന്ന ഞങ്ങള് പെട്ടെന്ന് അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് എല്ലാം റെഡി ആവും. ഇനി നമ്മളൊരു പ്ലാൻ ഇട്ടു, ഈ പ്ലാൻ ഇട്ടിട്ട് ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ത്വരയുള്ളത് ആർക്കതിൽ? ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. നിങ്ങൾ എന്ത് പ്ലാൻ ഇട്ടാലും അതങ്ങ് ചെയ്യണം. അങ്ങനെയാണ്, അല്ലാതെ നമുക്ക് ക്യാൻസൽ പരിപാടി ഒന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതെ. നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ടുണ്ടോ? സ്കൂൾ ട്രിപ്പ് പോയിട്ടുണ്ടല്ല. എവിടെ? സ്കൂൾ ട്രിപ്പ് പോയിട്ടുണ്ട്. അല്ലാതെ ഇവന്മാരുമായിട്ടൊക്കെ എന്തെങ്കിലും പ്ലാൻ ഇടുന്ന കൂടുതലും ഞാനാ പ്ലാൻ ഇടുന്നത്. ഞങ്ങളുടെ ആമ്പിള്ളാരുടെ കൂട്ടത്തിൽ ഇവന്മാരും അനങ്ങൂല, ഇവനും അനങ്ങൂല. ഇട്ട് കഴിയുമ്പോഴേ പിന്നെ ഇവന്മാര് ഓക്കെ, പിന്നെ അവന്മാരങ്ങ് സംസാരിച്ച് എല്ലാം സെറ്റാക്കി ഒന്ന് തുടങ്ങിയിട്ട് കൊടുക്കണം. എല്ലാം ഞാനങ്ങ് തുടങ്ങിയിട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ എന്നെ ബുക്ക് ഇറക്കണം നിന്റെ നല്ല കാര്യങ്ങളല്ല എല്ലാം. ഇതിലിപ്പോ പാതി ഇവന്റെ നല്ല കാര്യങ്ങളാണ്. എന്നെ പറ്റി പറയാൻ ആരും ഇല്ല, നീ പറയത്തില്ല. പുകഴ്ത്തുന്ന എന്തിനാണ് സ്വന്തമായിട്ട്? ഞാൻ മിണ്ടായിരിക്കുന്നുണ്ടോ? എന്തോരം എന്റെ കാര്യങ്ങളുണ്ട് നല്ലത് ഞാൻ പറയുന്നു. ഇനി കുറച്ചേരം നമുക്ക് കെവിന് സമയം കൊടുക്കാം. കെവിൻ പറഞ്ഞോ പോരട്ടെ, കമോൺ. അല്ലെ, എനിക്കൊന്നും പറയാൻ അറിയില്ല. എന്തേലൊക്കെ പറ. ഇല്ല, എന്ത് ശരിയാണോ ഈ എവിൻ പറയുന്നതൊക്കെ ശരിയാണോ? ഏകദേശം എനിക്ക് അത്ര പറയാനുള്ളൂ. വെട്ടി വേർക്കാണ്.
ഓക്കെ, പക്ഷെ കൊള്ളാം. ഇനിയിപ്പോ എന്തായാലും നമ്മൾ വാഴയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് സങ്കടം വന്നില്ല എന്ന് പറഞ്ഞത് എനിക്ക് അല്ല, നിങ്ങൾ ഓർത്തിട്ട് സങ്കടമായില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഓർത്ത് സങ്കടമൊന്നുമില്ല, പടം കണ്ട സങ്കടമായി. അതെ, ഹാഷിറിനെയും മലിനെയും ഒക്കെ കണ്ടായിരുന്നോ? ഇല്ല, കാണാൻ പറ്റില്ല. ഇപ്പൊ ഈ ബെമ്പർ ചിരിയില് അവര് വന്നായിരുന്നല്ലോ, അപ്പൊ കാണാൻ പറ്റിയില്ല. അപ്പൊ ആ സമയം ഇല്ലായിരുന്നു, എനിക്കൊന്ന് ഞങ്ങൾക്ക് എക്സാം ഉള്ള സമയം. അവിടെ ആര് വന്നാലും ഞങ്ങൾ അവിടെ കാണത്തില്ല, ഞങ്ങൾ എന്തേലും തിരക്കില് പോയി. ശരി, ചിലപ്പോ ഇനി അവരുടെ കൂടെ അഭിനയിക്കാനാണ് നമുക്ക് ഒരു ഭാഗ്യം കിട്ടുന്നെങ്കിൽ അല്ലേ? സന്തോഷം. അതെ, എന്നാ പിന്നെ നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാം. നിങ്ങളിപ്പോ വേറൊരു ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമഡി കുക്സ് അല്ലേ? അപ്പൊ അതിലിപ്പോ കുറെ കണ്ടസ്റ്റൻസ് നമുക്ക് അറിയാവുന്നവരാണ് അതിലുള്ള എല്ലാവരും. അപ്പൊ അവരുടെ പേര് ഞാൻ പറഞ്ഞിട്ട് അവരെ പറ്റി നിങ്ങള് വീക്ക് പോയിന്റ്സും അവരുടെ സ്ട്രോങ് പോയിന്റ്സും പറയണം. എനിക്ക് പണിയിട്ടെന്നൊക്കെ ചുമ്മാ ട്രൈ ചെയ്തോ. കാരണം വെച്ചാൽ വീക്ക് പോയിന്റ്സ് അങ്ങനെ പറയണ്ട, എന്നാലും നിങ്ങൾക്ക് പറയാനുള്ള ഇത് അങ്ങ് പറയാം. ഓക്കെ, ശ്രീവിദ്യ. എന്ത് ഒലക്ക വേണമെന്നോ? ശ്രീവിദ്യ. ആ, ശ്രീവിദ്യനെ പറ്റി പറ. വേറെ ഇതുണ്ട്, കുക്കുകളും വേറെ. ഇത് ശ്രീവിദ്യ ചേച്ചി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അതെ, ആയിക്കോട്ടെ. പിന്നെ ഞങ്ങൾ ഇവരായിട്ട് ഇങ്ങനെ കമ്പനിയായി വരുന്നതേ ഉള്ളൂ. കറക്റ്റ് പണ്ട് പറയുന്നേട്ടില്ലേ എനിക്കിത് നൻപുണ്ടാതൊക്കെ. ഇനി ഇതൊന്നും എങ്ങനെയും വിട്ടുപോകണം, അതിനാണെന്നൊക്കെ. എന്ത് വേണേലും പറയാം, അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയണമെന്നില്ല. നിങ്ങൾ അവരെ പറ്റി ഒരു എന്താ പറയാ, ഒരു ഫൺ ആയിട്ടുള്ള ഒരു 2 കാര്യങ്ങൾ. ശ്രീവിദ്യ ചേച്ചി എങ്ങനെയാ, അതായത് ഒരു ചേച്ചിയെ പോലെ തന്നെ നമ്മള് അങ്ങനെ അകൽച്ചയൊന്നുമില്ല, പെട്ടെന്ന് ഫ്രണ്ട്ലിയാ. ആണ്, ഭയങ്കര ഫ്രണ്ട്ലിയാ. എനിക്ക് ചേച്ചിയെ പോലെ തന്നെ. എന്നെ പോലെയാണോ? ഒരു ചേച്ചിയെ പോലെ ഈ ചേച്ചിയെ പോലെ ചേച്ചിനെ പോലെയാണ്, എനിക്ക് എന്നെ പോലെ ആയിരിക്കുന്നത്. ഓക്കെ, ഇനി അനുമോൾ. എനിക്കൊന്നും നിങ്ങളെ അനുമോളിനെ പറ്റി നിങ്ങൾ അനുമോളൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ? എപ്പിസോഡ് വരുന്നേ ഉള്ളൂ, അത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങളല്ല, ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നു. ഇല്ല, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അനുമോളെ പറ്റി ഒരു രണ്ട് വാക്ക് സംസാരിക്കാനൊക്കെ. അനുമോളെ പറ്റി എന്താ പറയാനുള്ളേ? ബുദ്ധിയുണ്ട്, ബാക്കി ഞാൻ പറയില്ല. നല്ല ബുദ്ധിയുണ്ട്, നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള. അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് വിന്നർ ആയത് അല്ലേ? ബ്രില്യന്റ് ഗെയിം ഉണ്ട്. അതെ, അത്രേ ഉള്ളൂ. അതൊക്കെ നമുക്ക് കണ്ടറിയാവുന്ന എപ്പിസോഡിൽ കണ്ടറിയാവുന്നതാണോ? ഓക്കെ, ഇനി സന്ധ്യാമ്മ. ബാക്കിയുള്ളവര് ജെന്യുവിൻ അല്ലെന്നല്ല. എടാ നീ ഇങ്ങനെ പേടിക്കല്ലേ നീ ഒന്നും പറയത്തില്ല. അല്ല, എന്താ പറയുന്നത്, റിയാക്ട് ചെയ്യും. പാവമായതുകൊണ്ട് ഭയങ്കര പാവമാണ്. പാവങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കോ? അതാർക്കും ഇഷ്ടമില്ലാത്ത. അതെ, ഈ പാവം എന്ന് പറയുമ്പോ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? ഭയങ്കര ഇന്നസെന്റ് ആണ്, അങ്ങനെയാണ്. സന്ധ്യാമേനെ രണ്ടുപേരും ചോദിച്ചപ്പോ തന്നെ പറഞ്ഞോട്ടോ, അപ്പൊ ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു രണ്ടുപേരുടെ. ചിലവരുടെ ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്റെ ക്യാരക്ടർ കിട്ടിയോ നിനക്ക്? എന്നിട്ട് കിട്ടിയിട്ടില്ല. അതെന്താ കിട്ടാത്തെ? എന്ത് തന്നെ ക്യാരക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെവിൻ, നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നു? നെവിൻ എന്നാ പറയുന്നത്, ഭയങ്കര ഹൈപ്പറാണ്. അതായത് ക്യാമറയില് വേറെ, നേരിട്ട് വേറെ എപ്പോഴും ഒരേപോലെയാണ്, എല്ലായിടത്തും ഒരേപോലെ. ഭയങ്കര ആക്റ്റീവാ. പുള്ളിയോടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളും ചാടി നിൽക്കും. അങ്ങനെയാണ്. നിങ്ങൾ ബിഗ് ബോസിലേക്ക് വിളിച്ചാ പോവോ? അയ്യോ ഇല്ല. അല്ല, അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വിളിച്ചാ ചിന്തിക്കും. നിങ്ങൾ പോയാ എന്താ ബിഗ് ബോസ് ഇല്ല, അത് നിക്കാനുള്ള ഇതൊന്നും ഇല്ല. അടി ഉണ്ടാക്കുന്നത് കേറുമ്പോ തന്നെ എലിമിനേറ്റർ കേറുമ്പോ തന്നെ ഭയങ്കര കോൺഫിഡന്റ് മതിലാടിയെന്ന് വരും. ഞാൻ മതിലാടും. അപ്പൊ അത്രയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആണല്ലേ? അപ്പൊ ബിഗ് ബോസിലേക്ക് പ്രതീക്ഷിക്കണ്ട. ഇല്ല, ബിഗ് ബോസിലേക്ക് പോവില്ല. ഓക്കെ, ഇനി മീനാക്ഷി. മീനാക്ഷി ചേച്ചി പണ്ട് തൊട്ടാ ഞങ്ങൾക്ക് അറിയാവുന്ന. കെവിൻ നോക്കിയിരിക്കുക, അവന് എന്തെങ്കിലും പറയും. എന്തോ പറയുന്നത്. എനർജി നല്ല, അത്യാവശ്യം നല്ല ആക്റ്റീവാ. അതുപോലെ തന്നെ അടിപൊളിയാണ്. ഓക്കെ, ആക്റ്റീവാണ്. ഇനി ട്വിങ്കിൾ. ഞാൻ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് കമ്പനി ആയത്.
ട്വിങ്കിൾ ആയിട്ടാണ് പുള്ളിക്കാരിയായിട്ടാണ്. ആണ്. അതെ, അപ്പൊ അതാണ് ഏറ്റവും ആ ഇഷ്ടമുള്ള കാര്യം. അതായത് ചേച്ചിയുടെ അനിയനെ പറ്റി പറഞ്ഞ് ഞങ്ങളുടെ ചേച്ചിമാരെ പറ്റി പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി സംസാരിച്ച്. അതെ, ഞങ്ങൾക്ക് ഒത്തിരി എന്താ പറയുന്നത്, വാതോരാതിരുന്ന് സംസാരിക്കും. എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ അതായത് ഫ്ലൈറ്റിൽ വെച്ച് ഉറക്കം വന്നിട്ടും ഇരുന്ന് സംസാരമായിരുന്നു. ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെയൊക്കെ. എനിക്ക് തോന്നുന്നത് നിങ്ങള് കണക്ഷൻ അതുപോലെ തന്നെ നിങ്ങൾ സിബ്ലിങ്സ് ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. ചേച്ചിയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഷെയർ ചെയ്യുന്ന ചേച്ചിനോടാണോ? ഏത് ഞങ്ങളെ നിങ്ങളുടെ ചേച്ചിനോട് ആണ്. കാരണം ഞാൻ ചേച്ചിയുടെ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, അതിലെല്ലാവരും ഫാൻസ് ആയത് ചേച്ചിയുടെ ആയിരുന്നു. കാരണം ചേച്ചി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പോലെ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്തിപ്പോൾ പടത്തിൻ്റെ എന്തെങ്കിലും കോള് വന്നാലും എന്തെങ്കിലും ഒരു പ്രൊമോഷൻ്റെ കാര്യമായാലും എല്ലാം ചേച്ചിക്കാണ് കോള് വരുന്നത്. ചേച്ചി അത് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതെ, ചേച്ചിയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇതിൽ കണക്റ്റഡ് ആരാ? നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണോ? പണ്ട് പക്ഷേ ഇവനായിരുന്നു ഇച്ചിരി കൂടെ. ആണ്. എടാ നല്ല കാര്യടാ പറഞ്ഞത്. അത് ഞാൻ അടുക്കൂലായിരുന്നു പണ്ട്. എന്താ എനിക്കറിയത്തില്ല. ഇവൻ ഭയങ്കര കൊഞ്ചലായിരുന്നു. ഇവൻ എന്നെക്കാളും ചെറുതായി ഇച്ചിരി കൂടെ ക്യൂട്ടായിരുന്നു എന്നെക്കാളും കാണാൻ. ചേച്ചി ആയിരുന്നു അല്ലേ പണ്ടത്തെ കാര്യമാണ്. എടാ ആണെന്നും അമ്മേച്ചി ആണ്. അപ്പൊ ചേച്ചിമാരായാലും ഇവനെയായിരുന്നു ഏറ്റവും കൂടുതൽ നോക്കിയും ഇരുന്നത്. നല്ല ദണ്ണം ഉണ്ടല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നല്ല, ഇപ്പം സെറ്റാണ്. പിള്ളേരായോണ്ട് നിങ്ങൾ മാമൻസ് അല്ലേ? ഭയങ്കര മെനക്കെട്ട എങ്ങനെയുണ്ട് ആ ലൈഫ്? മാമൻ ലൈഫ് എങ്ങനെയുണ്ട്? ഇതൊക്കെ ഒരു രസമല്ലേ? വെരി ഫണ്ണി എന്നൊക്കെ. അതെ, പക്ഷെ അത് ഇഷ്ടമല്ലേ? എൻജോയ് ചെയ്യുന്നില്ലേ? മാമൻ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ലേ? അതെന്താ? ആദ്യത്തെ 2 ദിവസം എൻജോയ് ചെയ്യും, പിന്നെ അയ്യോ എന്നൊക്കെയാവും. നമ്മുടെ മറ്റേ ഈ മൂവിയിലുള്ള പോലത്തെ സീനൊക്കെ അല്ലേ? എനിക്ക് നല്ല അതെ കൊള്ളാം കുറച്ച് കഴിയുമ്പോ. അല്ല, അതങ്ങനെയാണല്ലോ, നമ്മള് ഒരു കാര്യം ചെയ്തത് പിന്നെ അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ. ഇതിപ്പോ രണ്ടുപേരും കൂടെ ഉണ്ട്. അതാണ് ഇളയ ചേച്ചി UK-യിലായിരുന്നു. അപ്പൊ അവിടെ കൊച്ചായിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരെ നോക്കാം. ആക്ച്വലി ഇത് രസം, ഇവിടെ ഫുൾ ബഹളല്ലേ? ബഹളം കൂടിയാലേ ഉള്ളൂ എന്നൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ദിവസം കിട്ടുക, ഫ്രീ ആയിട്ടൊരു ദിവസം കിട്ടുക, ഷൂട്ട് ഒന്നുമില്ല, നിങ്ങൾ വീട്ടിലിരിക്കുന്നില്ല, നിങ്ങളിപ്പോ കൊച്ചിയിലാ പോകുന്നെങ്കിൽ ഏറ്റവും ആദ്യം പോകുന്ന സ്പോട്ട് ഏതാ? കൊച്ചിയിൽ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഏതാ? കൊച്ചിയിൽ വന്ന് നിൽക്കാറുണ്ടല്ലോ, ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഏതാ? അങ്ങനെ പിന്നെ എൻജോയ് ചെയ്യാനായിട്ട് കൊച്ചിയിൽ അങ്ങനെ കറങ്ങിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വന്നാലാണ് പോവാറുള്ളൂ. ഞാൻ ആദ്യം സ്പോട്ടൊന്നും ഇല്ല, ഞാൻ ഫ്രീ ആണ് പടം കാണാൻ പോകും. ഏതെങ്കിലും ഒരു പടം കാണാൻ. സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, രണ്ടുപേർക്കും ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് കാണാൻ പോവോ അതോ രണ്ടുപേരും? ഒറ്റയ്ക്ക് കാണാൻ പോകില്ല, ഞങ്ങള് രണ്ടും. എനിക്ക് ഒറ്റയ്ക്ക് പോകണമെന്നുണ്ട്, ഇവൻ സമ്മതിക്കുന്നില്ല. ഇതുവരെ പോയി ഞാൻ സമ്മതിക്കൊന്നുമില്ല. ഇവനെ അതായത് ഞങ്ങള് രണ്ടുപേരുമായിട്ടും പോകത്തില്ല, ഏതെങ്കിലും ഒരുത്തനെങ്കിലും കൂട്ടം പോകും. ഓ, നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഒറ്റയ്ക്ക് പോകത്തില്ല? എന്താ അപ്പൊ അടിയാവും? അടിയല്ല, ഒരു എന്തോ ഏതെങ്കിലും രണ്ടുപേരെങ്കിലും കൂടെ കൂട്ടും ഫ്രണ്ട്സിനെ. നിങ്ങൾ സത്യം പറ, നിങ്ങൾ ഇന്ന് അടി ഉണ്ടാക്കിയിട്ടല്ലേ ഇവിടെ ഇരിക്കണേ? ഇല്ല, ഇങ്ങനെ തന്നെ. ഇന്നത്തെ ദിവസം അടി ഉണ്ടാക്കിയിട്ടില്ല. ഉറപ്പാണോ? ഉറപ്പാ. ഇന്നത്തെ ഈ ഇടയായിട്ട് ഇപ്പൊ കുറച്ച് ഇടയായിട്ട് നാളെ നമ്മളൊരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അടിയുടെ. പിന്നെ അല്ല, ഈ ഇടയായിട്ട് ഇപ്പൊ അടി കൂടാറില്ല. ടൈം ടേബിൾ അനുസരിച്ച് മേ ബി 2 ദിവസം കഴിഞ്ഞിട്ട് കൂടാന്നൊക്കെ അല്ലേ? ഇല്ല, വലുതായ പിന്നെ അധികം അടി കൂടാറില്ല. അടി കൂടാറില്ല. എന്തിനാ അടി ഉണ്ടാക്കിയില്ല? നമ്മള് സ്നേഹത്തോടെ. അല്ല, പണ്ട് ചെറിയ കാര്യങ്ങൾ പിന്നെ മനസ്സിലായി അതെല്ലാം മണ്ടത്തരങ്ങളാ. ഏത് മണ്ടത്തരം? ഒരു മണ്ടത്തരം പറയൂ. ഈ കുഞ്ഞു കാര്യങ്ങൾ പറയുന്നത് എന്താ? കുഞ്ഞു കാര്യങ്ങൾ, വെറും വാശികള്, ചെറിയ. ഇപ്പൊ പടം കണ്ടിട്ട് വന്നിട്ടായാലും അത് അങ്ങനെയായിരുന്നു, അല്ലാതെ ഇങ്ങനെയായിരുന്നു. പിന്നെ അടി ആ ദിവസം ഫുൾ ഇതിനെ പറ്റിയായിരിക്കും അടിയാണ്. പിന്നെ ആലോചിക്കും എന്തിനു. അതായത് അത് തീർന്നു കഴിഞ്ഞാലും ഒരു 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സൈഡിൽ വന്ന് അതങ്ങനെ ആയിരുന്നു കേട്ടോ, ഒന്ന് അടച്ചിട്ടങ്ങ് പോകും. പിന്നെ ഇവൻ കലിയേറി ഇവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, പിന്നെ അങ്ങ് അടിയാവും. പിന്നെ അത് വീണ്ടും നിൽക്കും, അടുത്ത ദിവസം ഇത് തന്നെ ആയിരിക്കും. അതെ, കഴിക്കാതിരിക്കുമ്പോ. പക്ഷെ അതങ്ങനെ ആയിരുന്നു കേട്ടോ, പിന്നെ കലിയാ. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അടി ഉണ്ടാക്കി. അങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട്. ഇപ്പൊ അങ്ങനെ പണ്ട് 2 ദിവസം മുമ്പ്. അല്ല, അങ്ങനല്ല, കൊച്ചിലെ. എടി, ഇത് ഏതാണ് ഈ കൊച്ചില്? നമ്മളിപ്പോഴും കൊച്ചല്ലേ? ആര് പറഞ്ഞു? ഈ ഒരു പ്രായത്തിന്റെ കൊച്ചില്. ആര് പറഞ്ഞു കൊച്ചാന്ന്?
നിങ്ങൾക്ക് പ്രായമുണ്ട്, കോളേജൊക്കെ എത്തുന്ന പിള്ളേരായി. ഞാൻ ആദ്യം തന്നെ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടാ. കുറെ പേര് കമന്റ് ചെയ്യും ഇവന്മാർ ഇപ്പഴും ചെറുത്, നീ ആൾക്കാർ പറയുന്നത് നിർത്ത. എനിക്ക് തോന്നുന്നേ ഈ വീഡിയോ തുടങ്ങിയപ്പോ തൊട്ട് എവിൻ ഭയങ്കര കോൺഷ്യസ് ആണ്. ആൾക്കാർ എന്ത് പറയും, എന്തെങ്കിലും കമന്റ് കണ്ടോ? ഇല്ല എനിക്ക് കാണുമെന്നുള്ള പേടി. ഞാനല്ല ശരിക്കുള്ള ഇൻട്രോവേർട്ട്, ഇവനാണ്. ഇതൊന്നും അതായത് അല്ല, ഇൻട്രോവേർട്ട് പെട്ടെന്ന് ചിന്തിക്കും, അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും അല്ലേ? അങ്ങനെ ചിന്തിക്കും. ഇൻട്രോവേർട്സ് മാത്രല്ല, പേടിയുള്ളവരും സോഷ്യൽ ആൻസൈറ്റി ഉള്ളവരും അങ്ങനെ ചിന്തിക്കും. ഇവനെല്ലാം ആദ്യമേ എന്റെ തലയിൽ എടുത്തിട്ടോണ്ട് എനിക്ക് ആ സമയമൊന്നും പറയാൻ പറ്റിയില്ല. ശരിക്കും ഇവൻ തന്നെയാണ് ഇതെല്ലാം. ഇവനുണ്ട്, ഈ പരിപാടി എല്ലാം ഉണ്ട്. ഞാനും ഇച്ചിരി വലി നീക്കുന്നെന്നും പറഞ്ഞ എല്ലാം എന്റെ തലയിൽ ഇട്ട. അല്ലേ ഞാനും ഇൻട്രോവേർട്ട് ആയിരുന്നു. പൊളിഞ്ഞ് നീ പറയൂട്ടാ. അതായത് ഒരു ഇതുപോലെയൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷം പഠിച്ചില്ല, രണ്ടുപേരും വലിഞ്ഞു നിന്ന കാര്യം നടക്കൂല. ഏതെങ്കിലും ഒരാളൊന്ന് ഇടിച്ചു കയറി സംസാരിക്കണം. അങ്ങനെ ഞാൻ കയറി ആൾക്കാരോട് ഇടപെടാൻ അതൊക്കെ വേറെ ഇടപെടാൻ തുടങ്ങി. യെസ്, കറക്റ്റ്. നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ടാണ്. ഓക്കെ. അപ്പോഴാണ് ഒന്ന് സെറ്റ് ആയത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരാണെങ്കിൽ, രണ്ട് ക്യാരക്ടേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആണല്ലോ അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണെങ്കിലും അത് വർക്കൗട്ട് ആയാൽ മതി ലാസ്റ്റ് അല്ലേ? നിങ്ങൾ രണ്ടുപേരിലെ ഏറ്റവും ലാസ്റ്റ് പറ്റിയ ഒരു അബദ്ധം എന്താ? എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ? എന്ന് വെച്ചാൽ എന്തെങ്കിലും അബദ്ധം, നിങ്ങൾ ഈ സ്കൂളിലൊന്നും നിങ്ങളെ തിരിച്ചറിയാം അങ്ങനത്തെ പ്രശ്നമൊന്നും വരാറില്ല? ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസമില്ലേ? ഉണ്ട്, അതുണ്ട്. ഞങ്ങൾ ഐഡന്റിക്കൽ അല്ല, ആര് പയ്യെ മാറി വരുവാണ്. നമ്മളല്ല. പക്ഷെ പണ്ട് ചെറിയൊരു സാമ്യത ഉണ്ടായിരുന്നു. അത് ഈ ഒരു സൈഡൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ശരിയാ സൈഡൊക്കെ ഉള്ളു. മൂക്ക് വ്യത്യാസ, കണ്ണ് വ്യത്യാസ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചു നാൾ മുമ്പ് വരെ നിങ്ങൾ ശരിക്കും തമ്മിൽ ശരിക്കും നല്ല സാമ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാന്ന് തോന്നുന്നു, ഞാൻ സ്ക്രീനിലൊക്കെ നോക്കുമ്പോ നമുക്ക് അങ്ങനെ മനസ്സിലാവില്ലായിരുന്നു. എനിക്കിങ്ങനെ മനസ്സിലാവില്ലായിരുന്നു. ഇവിടെ ഒരു മറുകുണ്ട്. ചിക്കൻ ബോക്സ് ഒത്തിരി ഉണ്ട്. ആര് തന്നത്? ആര്? നിനക്കായിരുന്നു ആദ്യം ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു? അടിപൊളി. ആദ്യം ചിക്കൻ ബോക്സ് ഒന്നും നിനക്കായിരുന്നു, അത് പകർന്ന് കുട്ടിക്കും കൊടുത്തു. ഇവനും ചേച്ചിക്കും, ഇളയ ചേച്ചിക്കും, എല്ലാവർക്കും കൊടുത്തു. ഇവൻ എന്ന് പറഞ്ഞ എല്ലാം വള്ളികളും പിടിച്ചോണ്ട് വന്നിട്ട് പിന്നെ എന്റെ തലയിടും. എന്ത് പ്രൗഡായിട്ടായിരിക്കുന്നേ. പനിയാണെങ്കിൽ ഇവൻ ചെറിയ വല്ല പനി കൊണ്ടുവരും ഇവൻ. അത് കഴിഞ്ഞിട്ട് അത് എനിക്ക് ഒരു രണ്ടാഴ്ചയൊക്കെ നിങ്ങളൊന്ന് വലിയ പനിയായിരിക്കും എനിക്ക് ഇച്ചിരി. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മാറും. പിന്നെ അൾട്ടിമേറ്റ് ലെവലിൽ പനി കുത്തി കയറും, ഉച്ച വരെ എത്തും. ഭയങ്കര ഇതായിട്ടാ എനിക്ക് വരുന്നത്. എന്തുണ്ടല്ലോ അതാ എനിക്ക് ചിക്കൻ ബോക്സ് ഇവനെക്കാളിലും ഒത്തിരി വന്നു. അതാ പൊട്ടിച്ചതിന്റെ പാടായതല്ലേ. അല്ലല്ല, നീ പറയാൻ പറ്റൂല, അത് ഒത്തിരി വന്നായിരുന്നു എനിക്ക്. പൊട്ടിച്ച അവന്റെ കുഴപ്പമല്ലേ. പക്ഷെ കൊണ്ടുവന്നത് എവിനാണ്, അത് മോശമായി പോയി. പിന്നെ ചിക്കൻ ബോക്സ് ഒക്കെ കൊണ്ടുവരാൻ ഞാൻ പിന്നെ വിളിച്ച് പറഞ്ഞിട്ട് വരുത്തിയതല്ലേ. സൂക്ഷിക്കണ്ടേ? ഞാൻ കൊണ്ടുവരുന്നുണ്ടോ എന്തേലും? ഇല്ലല്ലോ, ഒന്നും കൊണ്ടുവരാറില്ലേ? പനി, ഈ വീട്ടിലുള്ള ദുരന്തം എല്ലാം കൊണ്ടുവരുന്ന ഇവനാ. ദുരന്തം എവനാണ്. നമ്മൾ ഇതൊക്കെ ഏറ്റു വാങ്ങുന്നേ ഉള്ളൂ എന്നൊക്കെ. ഓക്കെ, അത് കൊള്ളാം. അപ്പൊ പിന്നെ അതിന് പറ്റിയൊരു സെഗ്മെന്റ് ഉണ്ട് എന്റെ കയ്യില്. അറിയാതെ പറഞ്ഞാണ്. അങ്ങനെ പറയരുത്. എല്ലാത്തിനും ഞാൻ സെഗ്മെന്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. എങ്കിലാണ് നിങ്ങളെ എനിക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇനി ചൈൽഡ്ഹുഡ് മെമ്മറീസിലേക്ക് പോവാം നമുക്ക്. എന്ന് വെച്ചാൽ പണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞു. എന്നാലും നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഏറ്റവും വലിയ വഴക്ക് എന്തായിരുന്നു? മണ്ടത്തരത്തിനെ പറ്റി എന്താണ്? അതിപ്പോ ഇടക്കിടക്ക് പറയുന്നുണ്ട്. ഇത് വഴക്ക്. അതിപ്പോ പറയണം. പോരട്ടെ. KFC കഴിക്കാൻ പോയി ഞാനും ഇവനും മനോരമയിലുള്ള ശ്രീജിത്തും ശിവപ്രസാദും പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും വിശന്ന് പൊരിഞ്ഞിരിക്കുക. KFC പോയി, അടുത്തുള്ളൊരു KFC പോയി. സാധാരണ KFC പോകുന്ന വിശന്നിട്ട്, എന്നാലും എൻജോയ്മെന്റിനും കൂടെ ആയിരിക്കും പോകുന്നത്. ഇത് ഞങ്ങൾ നല്ല വിശന്നിട്ടാണ്. അത് ഒരു ബക്കറ്റ് വാങ്ങിച്ചു. ഒരു ബക്കറ്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അത് നോക്കി അത് കൊണ്ട് വെക്കുന്നതും കണ്ട്, രണ്ട് കാല് ഒരാളുടെ പ്ലേറ്റിൽ കിടക്കുന്നതും കണ്ട് അത്ര ആർത്തിയോടെ എല്ലാവരും കഴിയും. പിന്നെ ഇവൻ എന്താണോ എടുത്തപ്പോഴും അതിനകത്തൊരു തൂവല് കിടക്കും. അതൊക്കെ പറയാൻ പറ്റുമോ? അത് കുഴപ്പമില്ല, KFCക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ ആവട്ടെ. അതൊന്നും ചെയ്തില്ല, അതെടുത്ത് കളഞ്ഞിട്ട് പിന്നെ തിന്നത്.
അത് കാണിക്കായിരുന്നു പൈസ കിട്ടിയ 4 മണ്ടന്മാരും കൂടെ പോയതാ. അയ്യേ എന്താണ് ഗൈസ്, എന്നിട്ട് ഇത് പറഞ്ഞപ്പോ ആൾക്കാർക്ക് നിങ്ങൾ ചീത്ത പറഞ്ഞില്ല, വല്ല കാര്യം ഇതൊക്കെ അപ്പൊ തന്നെ നമ്മള് കാണിച്ചു കൊടുത്ത് ഇത് കണ്ടോ തൂല് ആ കൊണ്ടല്ലേ കൊള്ളതല്ലേന്ന് പറഞ്ഞിട്ട് അത് കളഞ്ഞിട്ട് കഴിച്ചു. അത്ര വിശന്നിരിപ്പിക്കുകയായിരുന്നു. അടിപൊളി. ഇത് ചെറിയ മണ്ടത്തരല്ലേ, ഇത് നല്ല മണ്ടത്തര. ഓക്കെ, കൊള്ളാം. ഇനി നിങ്ങളുടെ ഇടയില് ഏറ്റവും വലിയ വഴക്ക് എന്താ? വഴക്ക് ചൈൽഡ്ഹുഡിലായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കി എന്തിനായിരുന്നു? ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഓർക്കാൻ ഇച്ചിരി നല്ല സമയം എടുത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അല്ല, അങ്ങനെ ഭയങ്കരമല്ല, ചെറിയ ചെറിയ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അടി കൂടാറുള്ളു. ഏറ്റവും കൂടുതൽ ഇവനിങ്ങനെ സങ്കടം വന്ന് ഞാൻ ചുമ്മാ മേളി നോക്കിയതാണ്, ചിന്തിക്കുന്നൊന്നുമല്ല. ചിന്തിക്കുന്ന ആഹാ, ഞാൻ പിന്നെ എന്തിനാ സമയം തന്നത്? ഞാൻ പ്രതീക്ഷ അങ്ങ് കൊടുത്തു. ഞാൻ വിചാരിച്ചപ്പോ എന്തോ വലിയ കഥ പറയാൻ വരികയായിരിക്കുന്നു. വലിയ കാര്യങ്ങൾക്ക് അങ്ങനെ അടി ഉണ്ടാക്കിയിട്ടില്ല. നല്ല ചെറിയ കാര്യങ്ങളിൽ ഉണ്ടാക്കി വലിയ വഴക്കായത് ഏതാ? ഏതായാലും സിനിമ കാണാൻ പോയിട്ടാണോ? സിനിമയുടെ കഥ പറഞ്ഞിട്ടാണോ? ആ തോണ്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ അടിയായിട്ടുണ്ട്. മറ്റേ പള്ളിയിലെങ്ങാണ്ട് പോയിട്ട് തിരിച്ചു നടന്നു. ആ ഏതോ ഒരു ഞങ്ങളെ പരിപാടി കാണുന്ന ഒരു പുള്ളി വന്ന് സംസാരിച്ചു. ഇവനങ്ങനെ അധികം ഞാൻ പറയില്ല, കയറി മിണ്ടൂല. ഞാൻ പിന്നെ ഇവനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് പറയും ഞാൻ ഇവനെ, എന്തുവാടാ നീ ഒന്നും മിണ്ടത്ത് പോലും ഇല്ലല്ലോ. ഇവനൊന്നും ഇഷ്ടമല്ല, അവനെ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. വീട്ടിൽ വന്ന് വല്ലല്ലേ പോടാ പോടാ അങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയപ്പോ ഇവന് ഭയങ്കര ഫീലായി. അത് പിന്നെ ഭയങ്കര അടിയായി പോയി. ആണല്ലേ, ഭയങ്കര പ്രശ്നമായി. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഇവൻ ഒരുമാതിരി ചൊറിയുന്ന രീതിയിലാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് ഞാൻ അടിക്കണമെന്നുള്ള ആഗ്രഹത്തോടാണ് ഇവൻ പറയുന്നത്. ആ രീതിയിലാണ് അറിയത്തില്ല അതേത് രീതിയാണ്. അതെ, ഇല്ല, നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവൻ അങ്ങനെ എന്തുവാടാ നീ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ അങ്ങനെയൊന്നും അല്ല. ഇവനെ ഇടിക്കണം, നമ്മള് അടിക്കണം. ആ ഒരു രീതിയിലാണ് ചൊറിയുന്നേ. എനിക്ക് തോന്നുന്നത് സിബ്ലിങ്സിന്റെ, അത് നിങ്ങൾ മാത്രല്ല, നമ്മളുടെ അമ്മ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മളുടെ സിബ്ലിങ്സ് ആണത് പറഞ്ഞെങ്കിൽ നമുക്ക് ഇല്ലല്ല, അങ്ങനെയല്ല. നമ്മളെ മാറ്റി നിർത്തി പറയണോ പിന്നെ കുഴപ്പമില്ല. ഇത് നടന്നു പോകുന്ന വഴി പള്ളിയിൽ നിന്ന് ഇവിടം വരെ നടക്കുന്നിടം വരെ ഇവൻ ഇത് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ മിണ്ടുന്നേ ഇല്ലായിരുന്നു. അത് ഈ ഒരു രീതി പറയുമ്പോ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. എന്നിട്ട് തിരിച്ചു രണ്ടെണ്ണം പറഞ്ഞപ്പോ സെറ്റായി. അടിയായി, വീട്ടുകാരൻ അടിച്ച്, പിന്നെ അടിച്ച് ഭയങ്കര അടിയായി. എന്നിട്ട് അത് എങ്ങനെ സോൾവ് ചെയ്തു? സോൾവ് ആയില്ല. അപ്പനും അമ്മയും പിന്നെ ആ ചേച്ചിമാരൊക്കെ വന്ന് പിടിച്ച് മാറ്റിയിട്ടും അടിയായി. ഓ മൈ ഗോഡ്, അതായിരുന്നു ഏറ്റവും വലിയ വഴക്ക്. ഇതാണ് എന്നിട്ട് പെട്ടെന്ന് ചോദിച്ചു. അടുത്തിറങ്ങി 2-3 വർഷം മുമ്പുള്ള 2-3 വർഷം മുമ്പുണ്ടായ അടിയാണ്. ഓക്കെ, നൈസ്. അത് നല്ലൊരു നൈസായിട്ട് അങ്ങ് എക്സ്പോസ് ചെയ്യാണ്. നല്ലൊരു വഴക്കായിരുന്നു. മനസ്സിലാവുന്നുണ്ട്. ഏറ്റവും വലിയ എന്ന് വെച്ചാൽ നിങ്ങൾ സിബ്ലിങ്സ് ആവുമല്ലോ, അപ്പൊ ഈ പേരൻസിന്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഒറ്റ കൊടുക്കുന്ന ഒരു സംഭവം വരുമല്ലോ, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്നുവെച്ചാൽ ഞാനല്ല ഇവനാ, ശരിക്കും ചിലപ്പോൾ എവിനായിരിക്കും ചെയ്തത്, എന്നിട്ട് കെവിനാ എന്ന് പറയുന്ന എങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഇല്ല, പണ്ട് മാർക്ക് ഒറ്റ കൊടുക്കുമായിരുന്നില്ല. അതായത് ഇപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് ഇപ്പൊ മാർക്കിന്റെ പേപ്പർ തരുമല്ലോ, എനിക്ക് ചിലപ്പോൾ നല്ല മാർക്കുണ്ട്, ഇവന് ചിലപ്പോൾ മോശം മാർക്കായിരിക്കും. എനിക്ക് എന്റെ നല്ല ഇവിടെ എപ്പോഴും മോശം. ആ ശരി, ഇവന്റെ നല്ലതായിരിക്കും, എന്റെ മോശമായിരിക്കും. എടാ പറഞ്ഞു തരട്ടെ. എന്റെ മോശമായിരിക്കും, പക്ഷെ ഇവന് പറയാൻ പറ്റൂല വീട്ടിൽ. ഓക്കെ, കാര്യം അപ്പൊ അമ്മ എന്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് എത്ര ഉണ്ട്, അതുകൊണ്ട് ഇവൻ ചിലത് മിണ്ടാതിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ചിലപ്പോൾ ഞാൻ ജയിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇവൻ തോറ്റിട്ടുണ്ടാവും. അപ്പോഴും എനിക്ക് നല്ല മാർക്കായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ പറയൂല. വരുന്ന വഴിക്കൊക്കെ ഇവൻ പറയണം, പറയല്ലേ നീ മാർക്ക് ഇത് പറയില്ല. അങ്ങനെ പറയാറില്ല, കാര്യം പറയത്തില്ല എന്നറിയാം. പക്ഷെ എന്നിട്ട് ആ ഒറ്റ കൊടുത്ത് ഈ ഞാൻ പറ്റിയ കണക്കിന്റെ ഏതാണ്ട് പരീക്ഷ പണ്ട് 4ലോ 6ലോ അങ്ങാണ്ട് വെച്ച് പറഞ്ഞു കൊടുത്ത്. പിന്നെ ഇങ്ങനൊക്കെ ചോദിക്കുന്ന എനിക്കറിയാം. അല്ല, ഏതാ എനിക്ക് ഓർക്കുന്നില്ല. അതായത് ഒറ്റയടിക്ക് പറയുമല്ല, അമ്മയുടെ അടുത്ത് ഇങ്ങനെ പതിയെ എടാ മാത്സിന് എത്ര മാർക്ക് ഉണ്ടടാ നിനക്ക്, അങ്ങനെയൊക്കെ പറയുമ്പോ അമ്മക്ക് പിടി കിട്ടും. എന്തോ ഉണ്ടല്ലേ, എത്ര ഉണ്ടായിരുന്നടാ നിനക്ക്, അങ്ങനെ എന്റെ അടുത്ത് എടുത്തു ചോദിച്ചു. ഓർക്കുന്നില്ല, ഞാനിതൊന്നും ഓർക്കുന്നില്ല, അവൻ നന്നായി ഓർക്കുന്നുണ്ട്. മനസ്സിൽ ഇനിയുള്ളതിന്റെ ആൻസർ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് മുഖത്തേക്ക്. ഇനിയുള്ളതിന്റെ ആൻസർ കെവിൻ പറയൂ കേട്ടോ. അപ്പോ വീട്ടിലെ ഏറ്റവും വലിയ നുണ പറഞ്ഞത് ഏത് സിറ്റുവേഷനിലാണ് നുണ പറഞ്ഞത്? നുണ പറഞ്ഞാലും അത് പൊക്കും. പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഇവൻ പറയും.
പറയണല്ലോ, എന്തെങ്കിലും ആൻസർ പറയണല്ലോ. കെവിൻ പറഞ്ഞില്ലെങ്കിൽ കെവിൻ പറ എന്നാണ് പറഞ്ഞു പൊക്കിയിട്ടുണ്ട് അങ്ങനെ. അതും ഈ മാർക്കൊക്കെ തന്നെ. ചിലത് സാഹചര്യം കാരണം മാർക്ക് കൂടുതൽ പറഞ്ഞു പോകും. പറഞ്ഞു പോകും. ആ ഒരു സങ്കടം കണ്ട എന്താ ആത്മാർത്ഥത. പൊക്ക് ഒരു തവണ ഞങ്ങള് ഇതുപോലെ മാർക്ക് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ട് അലൻ. ഇവനൊരു വിടുവായന. ഈ ഞങ്ങൾ മാർക്ക് ഞാൻ ഇവനും ചിലപ്പോൾ ചിലതിന് നല്ല മാർക്ക് കുറവായിരിക്കും. വീട്ടിൽ ആ മാർക്ക് പറയത്തില്ല അമ്മ. അപ്പോൾ അടുത്ത ദിവസം ചോദിക്കും ഇതിൻ്റെ മാർക്ക് കിട്ടിയോ, ഫിസിക്സിൻ്റെ മാർക്ക് കിട്ടിയോ. ഞാൻ പറയും അത് മാത്രം കിട്ടിയില്ല അമ്മേ, ബാക്കിയെല്ലാം കിട്ടി. ഒരു ദിവസം ഇവൻ വന്നു. ഇവൻ അമ്മയായിട്ട് ഭയങ്കര കമ്പനിയാണ്. ആൻറ്റി എന്നെ ഉണ്ട്. അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ മോന് ഫിസിക്സിന് ഏതൊക്കെ കിട്ടി, മോന് ഫിസിക്സിൻ്റെ പേപ്പർ കിട്ടിയായിരുന്നു. എല്ലാത്തിൻ്റെയും കിട്ടിയല്ലോ മോനെ. അമ്മ എല്ലാത്തിൻ്റെയും കിട്ടിയല്ലോ ആൻറ്റി എന്ന് പറയാം. ഞാൻ ആ സെക്കൻഡ് വലിഞ്ഞ് നേരെ അകത്ത് കയറി. ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയായിരുന്നു. എന്നിട്ട് ഇവന്മാരൊന്നും പറഞ്ഞില്ലല്ലോ. ആണോ? അപ്പം അവന് പിടി കിട്ടി. ഇവിടെ പറഞ്ഞിട്ടില്ലാന്ന്. അവൻ ഒറ്റൊരുത്ത കാരണം അന്ന് ഞാൻ ചീത്ത കേട്ടു. ഒറ്റ പ്രാവശ്യമല്ല, 2 പ്രാവശ്യം കേൾക്കണം. അവനിത് കേൾക്കണം. അവൻ ഒരു വിടുവാനാണ്. അലൻ കേൾക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം. ഒരു പ്രാവശ്യം അവൻ പറഞ്ഞിട്ട് ഞങ്ങൾ മനോരമയിൽ എങ്ങാണ്ട് പോയ സമയമാണ്. മനോരമയിൽ പോയി സ്കിറ്റെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അമ്മയെ പോയി അമ്മ സ്കിറ്റൊക്കെ ഏകദേശം ആയി. ആ സമയം അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ പേപ്പർ കിട്ടിയല്ലേ. ഇതിപ്പോൾ ചോദിക്കാൻ കാര്യം അലൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതിൻ്റെ പേപ്പർ കിട്ടിയത്. എനിക്ക് ആ സമയം അവനെ ഇടിക്കാൻ പറ്റൂല. നല്ല സൈസ് ഉണ്ട്, പിടിച്ച് അമ്മയ്ക്ക് കളയും. ഇങ്ങനെ അങ്ങ് എടുത്താൽ കളയും. അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന എല്ലാ ചെറിയ ഞാൻ പറയും. അമ്മയുടെ ബെസ്റ്റിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ വാ തുറന്ന് എന്തും പറയും. അതുകൊണ്ട് അവനെ എപ്പോഴും കളിയാക്കുന്ന അവൻ എന്നെയും കളിയാക്കും, ഞാൻ അവനെയും കളിയാക്കും. എന്നെ അങ്ങനെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴൊക്കെ ഞാൻ ഗേറ്റ് വരെ എത്തുമ്പോ പറയും അളിയാ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, കേറി ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞു കളയല്ലെന്ന് പറയും. എന്നിട്ട് അകത്ത് കയറ്റത്തുള്ളൂ. എനിക്ക് ആരും ഓർമ്മ വരുന്നതെന്ന് പറയാം, മറ്റേ നിവിൻ പോളിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, അത് ഏത് സിനിമയായിരുന്നു? നമ്മളുടെ ബിടെക് പഠിക്കുമ്പോ കൈക്കോട്ടും കണ്ടിട്ടില്ല, വടക്കൻ സെൽഫി. വടക്കൻ സെൽഫിയിൽ നമ്മളുടെ അവര് അജു അല്ല, മറ്റേ പുള്ളി ചെയ്യുന്ന ക്യാരക്ടറിലെ സെയിം, പുള്ളിയുടെ പേര് ഭഗത് അല്ലേ? നമ്മളുടെ വടക്കൻ സെൽഫിയില് ഭഗത്തിന്റെ ഒരു ക്യാരക്ടർ എനിക്ക് അലനിൽ കാണുന്നു. അലൻ, ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. ഇതുപോലത്തെ നല്ല നല്ല ഫ്രണ്ട്സ് കുറെ ഉണ്ടായിരിക്കും. ഓ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കാണുന്ന, ഒരു സിനിമയിലൊക്കെ ഉള്ള പോലത്തെ വേരിയേഷൻ പോലെ. അതായത് ഒരുത്തൻ ഇങ്ങനെയാണ്, ഒരുത്തൻ അങ്ങനെ. എല്ലാ സിനിമ കാണുന്ന സിനിമയിലുള്ള പോലെ, സിനിമയിലൊക്കെ ചില പടത്തിലൊക്കെ ഈ സ്കൂൾ ജീവിതമൊക്കെ കാണിക്കത്തില്ല, അതുപോലെ തന്നെ ഓരോ ടൈപ്പിലെ ക്യാരക്ടേഴ്സ് ഞങ്ങളുടെ ക്ലാസ്സിൽ എടുത്തു പറയാൻ പറ്റിയ ഓരോ ക്യാരക്ടേഴ്സ്. ഒന്ന് ഈ പറഞ്ഞ പോലത്തെ ഈ വൃത്തികെട്ട അലൻ. പിന്നെ ബാക്കിയെല്ലാം പേടിച്ച് പഠിക്കുന്നവന്മാര്. പേര് പറയണ്ട, ടൈപ്പ് പറഞ്ഞാൽ മതി. വള്ളി ഉണ്ടാക്കുന്ന ഒരുത്തനുണ്ട്. അവൻ എന്ത് തരം വള്ളി ഉണ്ടാക്കുന്നെന്ന് പറയാൻ പറ്റൂല. പറയാൻ പറ്റൂല. ഉള്ള എല്ലാ വള്ളികളും പിടിച്ചോണ്ട് വരും. കാണുന്ന എല്ലാ വള്ളിയും കയറി പിടിക്കും. പക്ഷെ ആള് പാവത്താനുമാണ്. ഒരു പൊട്ടനുണ്ട് ക്ലാസ്സില്, ഞങ്ങളുടെ കൂട്ടുകാരൻ. ബസ്സുകാരെ അറിയാം, പഴയ ഇവിടുത്തെ ഓരോ വഴികൾ ഏതാന്ന് പോലും അവൻ അറിഞ്ഞൂടാ. കോട്ടയത്ത് അവൻ ജീവിക്കുന്ന, അവന് വേറെ ഇതൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ എല്ലാ ഇതുണ്ട്, എല്ലാ ടൈപ്പിലെ ആൾക്കാർ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. വേറെ സൈസ് ഉള്ള ഒരുത്തരുണ്ട്, പക്ഷെ അവന് വീട്ടിൽ വിളിക്കാൻ പേടിയാ. അല്ല അമ്മ എന്ത് പറയണോ ഇത് നല്ല, അവന് കണ്ടാൽ നല്ല ഊരുണ്ട്. അതായത് നമ്മള് വിളിക്കണം വീട്ടിൽ, അവന്റെ വീട്ടിൽ നമ്മൾ വിളിക്കണം. ആന്റി ഇവനെ ഒന്ന് ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന കാര്യത്തിനടാ നീ ഉണ്ടോന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും, അവന്റെ എന്തോ ഇതുപോലെ അവൻ പറയുന്നത്, എടാ ഇല്ലടാ എനിക്ക് ചെറിയ പരിപാടികളും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ടാ പറഞ്ഞ് സംസാരിച്ച് വരുമ്പോ മനസ്സിലാവും അവന്റെ വീട്ടിൽ നിന്ന് വിടാത്തതാണ്. അത് കഴിഞ്ഞ് പറയും അമ്മയുടെ അടുത്ത് പറയാ പേടിയായിട്ട്. അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. അതെ, നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പിൽ വരും? വള്ളി പിടിക്കുക അങ്ങനത്തെ അതൊന്നും നിങ്ങൾ വരത്തില്ല. നിങ്ങൾ ഏത് ടൈപ്പാ? അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കേണ്ടി വരും അല്ലേ? ഇവന്മാരെല്ലാം യോജിപ്പിച്ചെടുത്തത് മേ ബി ഒരു ബ്രിഡ്ജ് പോലെ. അതായത് നീ ആയിരിക്കും, ഞാനായിരിക്കും. എന്താ പറയാത്തേന്ന് വിചാരിച്ചിരിക്കുന്നൊക്കെ. ഒരു സെറ്റ് ഓഫ് കൂട്ടുകാർ തുടക്കം ഉണ്ടായിരുന്നു പ്ലസ് 1. അതായത് പ്ലസ് 1 എന്ന് പറയുമ്പോ എല്ലാം പ്ലസ് 1 പ്ലസ് 2 എന്ന് പറയുമ്പോ എന്താ പറയുന്നത്, എല്ലാം വേറെ വേറെ ആൾക്കാരല്ലേ. അതെ, അവിടെ വന്ന് ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരെ ഉണ്ടാക്കി, തീരാറായപ്പോ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഉണ്ടാക്കി, ഇവര് രണ്ടുപേരെ യോജിപ്പിച്ച് ഇപ്പൊ ഇവന്മാര് ഭയങ്കര കൂട്ടാണ്. നിങ്ങളോ? അല്ല, ഞാൻ പറഞ്ഞ ഇവന്മാർ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്.
ഷേ അപ്പൊ എല്ലാത്തിന്റെയും ബ്രിഡ്ജ് ആരാ 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 നീ എന്താ പറഞ്ഞു? ആരാ അങ്ങനെയൊന്നും ഇല്ല, ഇത് യാദർശികമായിട്ട് നടന്ന ഇതാ. ഇവരുണ്ടായാലും ഇല്ലായാലും ഇതൊക്കെ തന്നെ നടക്കും. ഇതൊക്കെ തന്നെ നടക്കും. ആ, ശരി.